included in today's topic നോക്കുകയാണെങ്കിൽ കുറച്ച് ഫിസിയോളജി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ അസ് ലൈക്ക് PM പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫിസിയോളജിക്കൽ പാർട്ടും കൂടെ ഫിസിയോളജിയുടെ പാർട്ടും കൂടെ ബ്ലഡിന്റെ ഫിസിയോളജി പാർട്ടും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ലൈക്ക് എർത്രോപോയസിസ് എന്തൊക്കെയാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മെക്കാനിസം ഓഫ് ക്ലോട്ടിംഗ് ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു 2-3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ട് വിൽ ഗോ ഇൻ ടു ദ ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് അനീമിയ ഫുള്ള് നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. സോ അനദർ തിങ് ഇന്നത്തെ ലൈക്ക് ടുഡേ ഐ ആം ഗോയിങ് ടു ഡു സംതിങ് എൽസ് ലൈക്ക് PPT ഇല്ലാണ്ട് വേറെ രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുവാണ്. സോ ഫസ്റ്റ് ലൈക്ക് വി ആർ ഗോയിങ് ടു ബിഗിൻ വിത്ത് ദ ബ്ലഡിനകത്ത് ഫസ്റ്റ് നമുക്കറിയാം ഏതൊക്കെയായിരിക്കും ബ്ലഡ് സെൽസ് നമുക്ക് ഉണ്ടായിരിക്കുക. ബ്ലഡിൽ വന്നിട്ട് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് WBC, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും അല്ലെ. സോ അതിനകത്ത് നമുക്കറിയാം അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് എർത്രോപോയസിസ്. എർത്രോപോയസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ ഹെമറ്റോപോയസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹെമറ്റോപോയസിസ് അല്ലെങ്കിൽ ഇത് വിസിബിൾ ആണെന്ന് നോക്കണം ഞാൻ എഴുതുന്നത്. സോ ഫസ്റ്റ് വന്നിട്ട് we are going to see about നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫിസിയോളജിക്കകത്ത് പഠിക്കാൻ പോകുന്ന 3 ടോപ്പിക് ആയിരിക്കും. എർത്രോപോയസിസ്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ കൊയാഗുലേഷൻ, ബ്ലഡ് കൊയാഗുലേഷന്റെ മെക്കാനിസം ഓഫ് കൊയാഗുലേഷൻ ആക്കി നമ്മളൊന്ന് ഫിസിയോളജിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്രോപോയസിസ്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആൻഡ് coagulation mechanism. So first of all about the erythropoiesis. Erythropoiesis പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ RBC നമ്മുടെ എവിടെ നിന്നായിരിക്കും എർത്രോപോയസിസ് ഉണ്ടാകുന്നത്, ഇനീഷ്യലി എവിടെ നിന്നായിരിക്കും എർത്രോപോയസിസ് ഉണ്ടാകുന്നത്, ഇൻ എംബ്രിയോയിൽ വന്നിട്ട് എവിടെ നിന്നായിരിക്കും, യോക് സാക്കിൽ നിന്നായിരിക്കും നമ്മുടെ എർത്രോപോയസിസ് ഉണ്ടായിരിക്കുക. ഇനീഷ്യലി ഇൻ ദ എംബ്രിയോ യോക് സാക്കിൽ നിന്ന് ഉണ്ടാകും. ദെൻ അതിനെ ഫോളോ ആയിട്ട് ആര് വരും, ലിവർ ആൻഡ് സ്പ്ലീൻ വരും. ദെൻ ലിവർ ആൻഡ് സ്പ്ലീനെ ഫോളോ ചെയ്ത് 20th weeks ഓഫ് ഇൻട്രായൂട്ടറൈൻ ലൈഫിൽ ബോൺ മാരോ ഒന്ന് വന്നിട്ട് this erythropoiesis start ചെയ്തു തുടങ്ങും. സോ ഇനീഷ്യലി എവിടെ നിന്നായിരിക്കും, ഇനീഷ്യലി ഫ്രം ദ യോക് സാക്കിൽ നിന്നായിരുന്നു. ദെൻ അവിടെ നിന്ന് ശേഷം ലിവർ ആൻഡ് സ്പ്ലീൻ ആൻഡ് ദെൻ ഫൈനലി ബോൺ മാരോ എന്നായിരിക്കും. സോ ആഫ്റ്റർ ബർത്ത് ഓൺലി ഫ്രം ബോൺ മാരോ എന്നായിരിക്കും ആഫ്റ്റർ ബർത്ത് എർത്രോപോയസിസ് ഉണ്ടായിരിക്കുക. സോ ഇനീഷ്യലി യോക് സാക്കിൽ നിന്നായിരുന്നു, ദെൻ ഫ്രം ദ liver and spleen, then from the bone marrow ആയിരിക്കും. Then from the bone marrow after birth എന്തായിരിക്കും, marrow ആയിരിക്കും. Then by the നമ്മളൊരു അഡൽട്ട് ആയി കഴിയുന്നതോടെ ഈ എർത്രോപോയിറ്റിക് ആക്ടിവിറ്റി വന്നിട്ട് റെസ്ട്രിക്റ്റഡ് ആവും. എങ്ങോട്ടൊക്കെ ആയിരിക്കും, ആക്സിയൽ സ്കെലട്ടൻ അതേപോലെ തന്നെ ലോങ് ബോൺസിന്റെ എൻഡിലോട്ടുമായിട്ട് റെസ്ട്രിക്റ്റഡ് ആവും നമ്മുടെ എർത്രോപോയിറ്റിക് ആക്ടിവിറ്റി. ബാക്കി എല്ലാത്തിനകത്തും അത് ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ യൂഷ്വലി നമുക്ക് നോക്കുവാണെങ്കിൽ ഈ എർത്രോപോയിറ്റിക് ആക്ടിവിറ്റി നടക്കുന്നത് ആക്സിയൽ സ്കെലട്ടൻ എസ്പെഷ്യലി 30% നമ്മുടെ പെൽവിക് ബോണിൽ നിന്നും ദെൻ എൻഡ് ഓഫ് ദ ലോങ് ബോണിൽ നിന്നും ആയിരിക്കും എർത്രോപോയിറ്റിക് ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. ഷാഫ്റ്റ് ഓഫ് ദ ലോങ് ബോണിൽ വന്നിട്ട് ഈ എർത്രോപോയിറ്റിക് ആക്ടിവിറ്റി പയ്യെ കൊണ്ട് അവിടെ അക്യൂമുലേഷൻ ഓഫ് ഫാറ്റ്സ് വരുന്ന കാരണം അത് വന്നിട്ട് പയ്യെ കൊണ്ട് ഡിമിനിഷ് ആകും. ബട്ട് അതർ സൈഡിൽ വന്നിട്ട് ആ എർത്രോപോയിറ്റിക് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും അതൊരു ക്രൈസിസ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല രീതിക്ക് അധികമായിട്ട് ഒരു നീഡ് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ബാക്കി റിമൈനിങ് ബോൺ മാരോ എന്ന് വന്നിട്ട് എർത്രോപോയിറ്റിക് ആക്ടിവിറ്റി നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അധികവും വന്നിട്ട് എവിടെ നിന്നായിരിക്കും, ആക്സിയൽ സ്കെലട്ടൻ എസ്പെഷ്യലി 30% ഓഫ് ഹെമറ്റോപോയസിസ് എവിടെ നിന്നായിരിക്കും, പെൽവിക് ബോണിൽ നിന്നായിരിക്കും നടക്കുന്നത്. സോ എർത്രോപോയസിസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ സ്റ്റെം സെൽസ് എന്ന് പറയും. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോൺ മാരയിലുള്ള ഏതൊരു സെല്ലായിട്ട് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെം സെൽസിനെ നമ്മൾ അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് പറയും. സോ നമ്മുടെ ബോൺ മാരയിലുള്ള സ്റ്റെം സെൽസ് ഏത് സെൽസ് ആയിട്ട് WBC ആയിട്ടോ RBC ആയിട്ടോ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ആയിട്ടോ എന്ത് വേണമെങ്കിലും മാറാവുന്ന സെൽസിന് നമ്മൾ എന്തായിരിക്കും പറയുന്നത്, അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് പറയും. ഇത് ഇനി ഒരു പർട്ടിക്കുലർ സെല്ലായിട്ട് മാത്രം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ എന്തെന്ന് പറയും, കമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽ എന്ന് പറയും. സോ ഫസ്റ്റ്ലി നമ്മുടെ ബോൺ മാരോ സ്റ്റെം സെൽസ്, നമ്മുടെ ബോൺ മാരയിലുള്ള സ്റ്റെം സെൽസ് അത് ഏതൊരു സെല്ലായിട്ട് വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിനെ നമ്മൾ അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് പറയും. വെൻ അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെല്ലായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ പറയുന്നതായിരിക്കും കമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസ്. സോ ഫസ്റ്റ് അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസ് എന്തായിട്ട് മാറി,
കമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് ഹീമോപോട്ടിക് സ്റ്റെം സെൽസ് ആയിട്ട് മാറി. ഇനി ഇതിൽ നിന്നായിരിക്കും എന്തൊക്കെ വരുന്നത് നോക്കുവാണെങ്കിൽ ഇതിന് 2 ടൈപ്പ് ഓഫ് സെൽസ് നമുക്ക് പറയാം. ലിംഫോയിഡ് സ്റ്റെം സെൽസും അതേപോലെ തന്നെ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇത് ആയിരിക്കും വരുന്നത്. ഇതിനല്ലെങ്കിൽ ലിംഫോ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ മൈലോ ബ്ലാസ്റ്റ് നമുക്ക് പറയാം. ബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മച്വർ സെൽസിനായിരിക്കും എപ്പോഴും ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് വരുന്നത് ലിംഫോയിഡ് സ്റ്റെം സെൽസും ഇവിടെ വരുന്നത് കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസൈറ്റ്സ് അല്ലെങ്കിൽ മൈലോയിഡ് സെൽസ് ആയിരിക്കും ഇവിടുന്ന് അറേഞ്ച് ചെയ്യുന്നത്. സോ രണ്ടായിട്ട് നമുക്ക് വരാം, ലിംഫോയിഡ് സ്റ്റെം സെൽസ് ആൻഡ് കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസൈറ്റ്സ്. സോ ലിംഫോയിഡ് സ്റ്റെം സെൽസിൽ എന്തൊക്കെ വരും അല്ലെങ്കിൽ ലിംഫോ ബ്ലാസ്റ്റിൽ എന്തൊക്കെ വരും? നമുക്ക് ലിംഫോസൈറ്റ്സ് അതേപോലെ തന്നെ നാച്ചുറൽ കില്ലർ സെൽസും വരും. ലിംഫോസൈറ്റ്സ് ഏതൊക്കെയായിരിക്കും? ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സ് എന്തായിരിക്കും വരുന്നത്? ബി ലിംഫോസൈറ്റ്സിൽ നിന്ന് പ്ലാസ്മ സെൽസ് വരും. Then from the plasma cells ആയിരിക്കും ആന്റിബോഡീസ് വരുന്നത്. While T lymphocytes എന്തായിരിക്കും? It forms the cellular immunity. While B lymphocytes എന്തായിരിക്കും? നമ്മുടെ humoral immunity ആയിരിക്കും. So first of all നമ്മുടെ സ്റ്റെം സെൽസ് നമ്മുടെ ബോൺ മാരോയിൽ കാണുന്ന സ്റ്റെം സെൽസ് ആയിരിക്കും അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസ്. അതിൽ നിന്ന് എന്ത് വന്നു? കമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസ് ആയി. അതിന് 2 ടൈപ്പ് ഓഫ് സെൽസ് അറേസ് ചെയ്യാം, ലിംഫോയിഡ് സ്റ്റെം സെൽസും അതേപോലെ തന്നെ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസൈറ്റ്സും. ലിംഫോയിഡ് സ്റ്റെം സെൽസിന് എന്തൊക്കെ വന്നു? ലിംഫോയിഡ് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ ലിംഫോ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ലിംഫോയിഡ് സ്റ്റെം സെൽസ്. അതിൽ നിന്ന് ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും. ബി ലിംഫോസൈറ്റ്സിന് പിന്നെ എന്ത് വരും? പ്ലാസ്മ സെൽസ്. പ്ലാസ്മ സെൽസിനായിരിക്കും എന്തിനെ റിലീസ് ചെയ്യുന്നത്? ആന്റിബോഡീസിനെ റിലീസ് ചെയ്യുന്നത്. സോ ഇതെന്തായിരിക്കും? നമ്മുടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഇവിടെ നിന്നായിരിക്കും അറേസ് ചെയ്യുന്നത് അല്ലേ? വൈൽ ടി ലിംഫോസൈറ്റ്സ് നമുക്ക് എന്ത് തരും? സെല്ലുലാർ ഇമ്മ്യൂണിറ്റി വരുന്നത് ടി ലിംഫോസൈറ്റ്സിനായിരിക്കും. ഇനി നോക്കുവാണെങ്കിൽ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസൈറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തായിരിക്കും? മൈലോയിഡ് സെൽസ്. സോ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസൈറ്റ്സിന് എന്ത് അറേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് എർത്രോസൈറ്റ്സ്, colony forming unit of granulocytes, colony forming unit of monocyte and colony forming unit of megakaryocytes. So colony forming unit of erythrocyte, colony forming unit of granulocyte, colony forming unit of monocyte and colony forming unit of megakaryocytes. So ഇതിനൊക്കെ അറേസ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. ഇതെല്ലാം ബ്ലാസ്റ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇമ്മച്വർ സെൽസ് ആയിരിക്കും. ഇവിടെ നിന്നൊക്കെ അറേസ് ചെയ്യുന്ന മെച്യൂർ ആയിട്ടുള്ള സെൽസ് എന്തായിരിക്കും? എർത്രോസൈറ്റ്. സോ RBC. ഗ്രാനുലോസൈറ്റ് ആകുമ്പോഴത്തേക്ക് ഏതൊക്കെ വരും? നമ്മുടെ 3 ഫില്ല് വരും. ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ ആൻഡ് ബേസോഫിൽ വിൽ കം ഗ്രാനുലോസൈറ്റ്സിനകത്ത്. ദെൻ മോണോസൈറ്റ് എന്ത് വരും? മോണോസൈറ്റ് ആൻഡ് മെഗാകാരിയോസൈറ്റ്സിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് വിൽ കം. ഇത് ഡെവലപ്പ് ആയിട്ട് എന്നിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ആയിട്ടായിരിക്കും മാറുന്നത്. സോ ഇതായിരിക്കും ബേസിക്കലി നമ്മുടെ സ്റ്റെം സെൽസ്. നമ്മുടെ ബോൺമാരെ നോക്കുവാണെങ്കിൽ ആദ്യം ഉള്ള എന്തായിരിക്കും? സ്റ്റെം സെൽസ് ഏതായിരിക്കും? അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ്. അത് കമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് ആയിട്ട് മാറി. അവിടുന്ന് ലിംഫോയിഡ് സ്റ്റെം സെൽസും മൈലോയിഡ് സ്റ്റെം സെൽസും അല്ലെങ്കിൽ ലിംഫോബ്ലാസ്റ്റും മൈലോബ്ലാസ്റ്റും ആയിട്ട് മാറി. അവിടുന്ന് ഈ ലിംഫോബ്ലാസ്റ്റിന് എന്ത് വന്നു? ലിംഫോസൈറ്റ്സ് നേച്ചുറൽ സെൽസ്, മെയിൻലി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ഇത് ലിംഫോബ്ലാസ്റ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ഇമ്മച്വർ സെൽസ് ആയിട്ട് ലിംഫോബ്ലാസ്റ്റിന് മെച്യൂർ ആയിട്ടുള്ള ബി സെൽസും ടി സെൽസും അറേസ് ചെയ്യുന്നു. Then here colony forming blastocysts അല്ലെങ്കിൽ ഏതായിരിക്കും? മൈലോബ്ലാസ്റ്റ് ആയിരിക്കും. മൈലോയിഡ് സെൽസ്. അതിനകത്ത് ഏതൊക്കെ വരും? കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് എർത്രോസൈറ്റ്, കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് ഗ്രാനുലോസൈറ്റ്, കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് മോണോസൈറ്റ് ആൻഡ് കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് മെഗാകാരിയോസൈറ്റ്സ്. സോ ഫ്രം ഇതെല്ലാം ബ്ലാസ്റ്റ് സെൽസ്. അവിടുന്ന് ഡെവലപ്പ് ആയി വരുന്ന മെച്യൂർഡ് സെൽ ഏതായിരിക്കും? ഇവിടുന്ന് RBC, ഇവിടുന്ന് ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ ആൻഡ് ബേസ്നോഫിൽ, ഇവിടുന്ന് മോണോസൈറ്റ് ആൻഡ് ഫൈനലി ഫ്രം മെഗാകാരിയോസൈറ്റ്സിന് എന്ത് വരുന്നു? പ്ലേറ്റ്ലെറ്റ്സ് വരുന്നു. സോ ഈ മെക്കാനിസത്തിൽ നമുക്ക് ലൈക് ഞാനൊരു ഇത് പറയണ വിൽ ഡിസ്കസ് ലേറ്ററിൽ നമുക്ക് പഠിക്കാൻ പറയാം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്യൂട്ട് ആൻഡ് ക്രോണിക് ലുക്കീമിയ നോക്കുവാണെങ്കിൽ അക്യൂട്ട് ലുക്കീമിയ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞില്ല ഇതെല്ലാം ബ്ലാസ്റ്റ്. ഈ ബ്ലാസ്റ്റിലാണ് ആ നിയോപ്ലാസ്റ്റിക് സെല്ല് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയും. ഈ നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള സെൽസിലാണ് ആ നിയോപ്ലാസ്റ്റിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ക്രോണിക് എന്ന് പറയും. സോ നമ്മൾ ലുക്കീമിയ പറയുമ്പോഴത്തേക്ക് അക്യൂട്ട് ആൻഡ് ക്രോണിക് ലുക്കീമിയ എന്ന് പറയും.
AML, acute myeloid leukemia, acute lymphoid leukemia, chronic myeloid leukemia, chronic lymphoid leukemia. അപ്പം ലുക്കീമിയ വന്നിട്ട് ഈ ബ്ലാസ്റ്റിന് അറേസ് ചെയ്യുന്ന ലുക്കീമിയ നമ്മൾ എന്തെന്ന് പറയും? അക്യൂട്ട് എന്ന് പറയും. സോ അക്യൂട്ട് ലുക്കീമിയ അറേസ് ഫ്രം ദ ലിംഫോബ്ലാസ്റ്റ് നമ്മൾ എന്ത് പറയും? acute lymphoid leukemia. മൈലോബ്ലാസ്റ്റ് ആണെങ്കിൽ acute myeloid leukemia. Then if it arising from the mature cells എന്നാണ് അതിന്റെ ആ neoplastic activity if it is occurring in the mature cells അതിനായിരിക്കും നമ്മൾ chronic എന്ന് പറയുന്നത്. Same goes for chronic myeloid leukemia and chronic lymphoid leukemia. So this we'll discuss later. So ഇതിനകത്ത് നമുക്ക് ഇനി അടുത്ത എർത്രോപോയ്സിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഈ ഇവിടെ നിന്നായിരിക്കും നമ്മൾ എർത്രോപോയ്സിലേക്ക് വരുന്നത്. സോ എർത്രോപോയ്സിസ് നോക്കുവാണെങ്കിൽ എർത്രോപോയ്സിസിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എവിടെ നടക്കും എന്ന് പറഞ്ഞു. ദെൻ ആർബിസിനെ പറ്റി പറയുകയാണെങ്കിൽ ആർബിസി ഒരു ബൈക്കോൺകേവ് ആയിരിക്കും. ആർബിസി ബൈക്കോൺകേവ് ആയിരിക്കും. മൈറ്റോകോൺഡ്രിയ കാണത്തില്ല, അതുപോലെ ന്യൂക്ലിയസും കാണത്തില്ല ആർബിസിക്കകത്ത്. സോ ആർബിസി ഡെവലപ്പ് ആകുന്നത് അല്ലെങ്കിൽ മെച്ചുറേഷൻ ഓഫ് ദിസ് ആർബിസി ആയിട്ട് നമ്മൾ എർത്രോപോയ്സിനകത്ത് പഠിക്കുന്നത്. ഇതിന് വന്നിട്ട് എന്തൊക്കെ വാട്ട് ഓൾ തിങ്സ് വിൽ ഹാപ്പൻ എർത്രോപോയ്സിസ് നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ സൈസ് വന്നിട്ട് കുറയും. ആർബിസി സെൽസിന്റെ ലൈക്ക് ഈ ഓരോ സ്റ്റേജസിനകത്തും എന്തൊക്കെയായിരിക്കും നടക്കുന്നത് നോക്കുവാണെങ്കിൽ അതിന്റെ സൈസ് കുറയുന്നു. 25 മൈക്രോണിൽ നിന്ന് 7.2 മൈക്രോൺ ആയിട്ട് സൈസ് കുറയും സെല്ലിന്റെ. ന്യൂക്ലിയസും ന്യൂക്ലിയോലയും ഡിസപ്പിയർ ആകും. ഹീമോഗ്ലോബിൻ അപ്പിയർ ആകും. സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് ഓഫ് സൈറ്റോപ്ലാസത്തിനകത്ത് ചേഞ്ച് ഉണ്ടാവും. സോ വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദിസ് എർത്രോപോയ്സിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും നടക്കുന്നത്? ഒന്ന് വന്നിട്ട് അതിന്റെ സൈസ് ചേഞ്ച് ആകും. സൈസ് വന്നിട്ട് ഡിക്രീസ് ആകും. അടുത്ത എന്തായിരിക്കും? ഹീമോഗ്ലോബിൻ അപ്പിയർ ആകും. ന്യൂക്ലിയസും ന്യൂക്ലിയോലയും ഡിസപ്പിയർ ആകും. ദെൻ അതിന്റെ സ്റ്റെയിനിങ്ങിനകത്ത് ചേഞ്ചസ് ഉണ്ടാകും. ഇതായിരിക്കും നമ്മള് എർത്രോപോയ്സിസ് സ്റ്റേറ്റിനകത്ത് വരുന്നത്. ഇനി ഏതൊക്കെയായിരിക്കും സ്റ്റേറ്റസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വരുന്ന സ്റ്റേജ് ആയിരിക്കും proerythroblast, then early normoblast, intermediate normoblast, late normoblast, reticulocyte, and finally mature RBC. So ഇത് ഇത്രയായിരിക്കും സ്റ്റേജസ്. എന്തൊക്കെയായിരിക്കും? ഒരു പ്രോഎർത്രോബ്ലാസ്റ്റ്, ദെൻ ഏർലി നോമോബ്ലാസ്റ്റ്, ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റ്, ലേറ്റ് നോമോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ് ആൻഡ് ഫൈനലി ദ മെച്യൂർ ആർബിസി. സോ ഇത്രയായിരിക്കും നമ്മുടെ ഈ എർത്രോപോയ്സിസിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പറയുമ്പോൾ പ്രോ എർത്രോബ്ലാസ്റ്റിനകത്ത് എന്തായിരിക്കും? നമ്മൾ എന്തൊക്കെ ഉണ്ടാകും? സൈസ് കുറയുന്നു. സോ ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയോല ഡിസപ്പിയർ ആകണം. ഹീമോഗ്ലോബിൻ അപ്പിയർ ആവണം. സ്റ്റേഞ്ചിങ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവണം. സോ ഈ ഓരോ സെല്ലിൽ നിന്നും വരുന്ന അനുസരിച്ച് ഇത്ര മാറ്റങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക ഓൺ എർത്രോപോയ്സിസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ സൈസ് കുറയുന്നു. സോ ഫസ്റ്റ് അപ്പൊ എന്തായിരിക്കും? പ്രോ എർത്രോബ്ലാസ്റ്റിന്റെ സൈസ് എങ്ങനെയായിരിക്കും? വെരി ലാർജ് സെല്ലായിരിക്കും. ന്യൂക്ലിയസ് വന്നിട്ട് ലാർജ് ആയിരിക്കും. രണ്ടോ അതിൽ കൂടുതലോ ന്യൂക്ലിയോല ഉണ്ടായിരിക്കും. ഹീമോഗ്ലോബിൻ കാണത്തില്ല, പക്ഷെങ്കിൽ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോ എർത്രോബ്ലാസ്റ്റ് സ്റ്റേറ്റിനായിരിക്കും. ആൻഡ് ഹിയർ സൈറ്റോപ്ലാസം വന്നിട്ട് ബേസോഫിലിക് ആയിരിക്കും. സോ നമ്മളിവിടെ പറഞ്ഞു മേലെ ഓരോ ഇത് കുറയുമ്പോഴത്തേക്ക് സൈസ് കുറയണം, ഹീമോഗ്ലോബിൻ അപ്പിയർ ആവണം, ന്യൂക്ലിയസും ന്യൂക്ലിയോലയും ഡിസപ്പിയർ ആകണം, സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ആകണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എത്രയായിരിക്കും? 25 നിന്ന് 7.5 ആയിട്ടായിരിക്കും നമുക്ക് ഈ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴേ സൈസ് കുറഞ്ഞു വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോ എർത്രോബ്ലാസ്റ്റ് സ്റ്റേറ്റ് ആർബിസി വന്നിട്ട് വെരി ലാർജ് സെല്ലായിരിക്കും. ന്യൂക്ലിയസ് കാണും, രണ്ടോ അതിൽ കൂടുതലോ ന്യൂക്ലിയോലെ കാണും. ഹീമോഗ്ലോബിൻ കാണത്തില്ല, പക്ഷെ സിന്തസിസ് വന്നിട്ട് ഈ സ്റ്റേജിനെ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഹീമോഗ്ലോബിൻ സെല്ലിൽ വന്നിട്ട് അപ്പിയർ ആയിട്ട് ഉണ്ടായിരിക്കത്തില്ല. ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സൈറ്റോപ്ലാസം വന്നിട്ട് ബേസോഫിലിക് ആയിരിക്കും ഇതിനകത്ത് പ്രോ എർത്രോബ്ലാസ്റ്റിനകത്ത്. Then comes the early normoblast. Early normoblast ആകുമ്പോൾ എന്താകും? സൈസ് വന്നിട്ട് വീണ്ടും കുറഞ്ഞു. ഇവിടെ 25 ആയിരുന്നത് കുറഞ്ഞിട്ട് 15 മൈക്രോൺ ആകും. ന്യൂക്ലിയോലെ ഡിസപ്പിയർ ആകും. സൈറ്റോപ്ലാസം ഇവിടെയും ബേസോഫിലിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിനെ നമുക്ക് ബേസോഫിലിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. This stage is also called as basophilic erythroblast. So പ്രോ എർത്രോബ്ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അടുത്ത ഏർലി നോമോബ്ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സൈസ് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന 25 മൈക്രോൺ ആണെങ്കിൽ ഇവിടെ അതിന്റെ സൈസ് കുറഞ്ഞ് 15 മൈക്രോൺ ആയി. ഇവിടെ ന്യൂക്ലിയോല 2 or more ന്യൂക്ലിയോല ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ന്യൂക്ലിയോല വന്നിട്ട് ഡിസപ്പിയർ ആയി. ന്യൂക്ലിയസ് സ്റ്റിൽ പ്രസന്റ് ആണ്. സൈറ്റോപ്ലാസം ഇവിടെയും ബേസോഫിലിക് ആയിരുന്നു, ഇവിടെയും സൈറ്റോപ്ലാസം ബേസോഫിലിക് ആയിരിക്കും. ഏർലി നോമോബ്ലാസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബേസോഫിലിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനായിരിക്കും? ഇമ്മച്ചുവർ സെൽസിനായിരിക്കും നമ്മൾ ബ്ലാസ്റ്റ് എന്ന് പറയുക.
Then come the intermediate normoblast. Intermediate normoblast എന്തൊക്കെ സംഭവിക്കും? ഇവിടെ ആയിരിക്കും ഹീമോഗ്ലോബിൻ വന്നിട്ട് അപ്പിയർ ആയി തുടങ്ങുന്നത്. എവിടെ ആയിരിക്കും? ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റിനായിരിക്കും ഹീമോഗ്ലോബിൻ വന്നിട്ട് അപ്പിയർ ആകുന്നത്. ആൻഡ് ഇവിടെയും സൈറ്റോപ്ലാസം ബേസോഫിലിക് ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ഇത് വന്നിട്ട് രണ്ട് acidic as well as basic stain വന്നിട്ട് it stains both acidic and acid stains രണ്ടിനും നിന്ന് സ്റ്റെയിൻ ചെയ്യുന്നത് കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് പറയും? പോളിക്രോമോഫിലിക് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. പോളിക്രോമോഫിലിക് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. ഏത്? ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റിന്. സോ ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റിനായിരിക്കും ഹീമോഗ്ലോബിൻ അപ്പിയർ ആയി തുടങ്ങുന്നത്. അവിടെ ഹീമോഗ്ലോബിൻ അപ്പിയർ ആയി തുടങ്ങുന്ന കാരണം ഇത് ബേസോഫിലിക് ആണെങ്കിലും ഇറ്റ് സ്റ്റെയിൻസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസിനെ രണ്ടിനെയും സ്റ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പോളിക്രോമോഫിലിക് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റിനെ ആയിരിക്കും. സോ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആയിരുന്നു? ഹീമോഗ്ലോബിൻ മാറുന്നു. ഹീമോഗ്ലോബിൻ വന്നു തുടങ്ങി. സൈറ്റോപ്ലാസം വന്നിട്ട് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബേസോഫിലിക് രണ്ട് സ്റ്റെയിനും വരുന്നുണ്ട് ഹീമോഗ്ലോബിന്റെ പ്രസൻസ് കാരണം. Hence it is also called as polychromophilic അല്ലെങ്കിൽ polychromatin എന്ന് പറയും. Then comes the late normoblast. Late normoblast ആകുമ്പോൾ എന്ത് പറ്റും? ഇവിടെ വന്നിട്ട് ന്യൂക്ലിയസ് ഇനീഷ്യലി വന്ന് ഈ ലേറ്റ് നോമോബ്ലാസ്റ്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ന്യൂക്ലിയസ് വന്നിട്ട് വളരെ ചെറുതായിട്ട് അതിനെ നമ്മൾ ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് എന്ന് പറയും. ന്യൂക്ലിയസ് ആദ്യം ഇവിടെ എന്താകും? ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് ആകും. ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് ആവും ഇനീഷ്യൽ സ്റ്റേജിൽ. ദെൻ വന്നിട്ട് ഹീമോഗ്ലോബിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സൈറ്റോപ്ലാസം അസിഡോഫിലിക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റേറ്റിനെ എന്ത് പറയും? ഓർത്തോക്രോമിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. ഓർത്തോക്രോമിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. ആൻഡ് ഈ ലേറ്റ് നോമോബ്ലാസ്റ്റിന്റെ തന്നെ ഫൈനൽ സ്റ്റേജിലായിരിക്കും ന്യൂക്ലിയസ് വന്നിട്ട് ഡിസപ്പിയർ ആവും. ഇങ്ക് സ്പോട്ട് ആയിരുന്നത് ഫൈനലി ഡിസപ്പിയർ ആവും. ആ പ്രോസസ്സിനെ പറയുന്നതായിരിക്കും പൈക്കനോസിസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും നടക്കേണ്ടതെന്ന് പറഞ്ഞു. സൈസ് കുറഞ്ഞു വരണം, ഹീമോഗ്ലോബിൻ അപ്പിയർ ആകണം, ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ആകണം, അതേപോലെ സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് അത് ചേഞ്ചസ് വരണം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രോ എർത്രോബ്ലാസ്റ്റ് ലാർജ് സെൽ ആയിരിക്കും, ന്യൂക്ലിയസ് ലാർജ് ആയിരിക്കും, മൾട്ടിപ്പിൾ ന്യൂക്ലിയോ 2 or more ന്യൂക്ലിയോലി ഉണ്ടായിരിക്കും, ബേസോഫിലിക് സ്റ്റെയിനിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ കംസ് ടു ദ ഏർലി നോമോബ്ലാസ്റ്റ്. സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ എന്ത് പറ്റി? 25 സൈസ് കുറഞ്ഞിട്ട് 15 മൈക്രോൺ ആയിട്ട് മാറി. ന്യൂക്ലിയോലി വന്നിട്ട് ഡിസപ്പിയർ ആയി. അവിടെ ബേസോഫിലിക് സ്റ്റെയിനിങ് ആയിരുന്ന കാരണം അതിന് എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബേസോഫിലിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. Then comes the next stage, intermediate normoblast. Intermediate normoblast സ്റ്റേറ്റിലായിരിക്കും ഹീമോഗ്ലോബിൻ വന്ന് ഫസ്റ്റ് അപ്പിയർ ആകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ബേസോഫിലിക് സ്റ്റെയിനിങ് ആണെങ്കിൽ പോലും ഇറ്റ് സ്റ്റെയിൻസ് ഹീമോഗ്ലോബിന്റെ പ്രസൻസ് കാരണം ഇറ്റ് സ്റ്റെയിൻ ബോത്ത് അസിഡിക് ആൻഡ് ബേസ് സ്റ്റെയിൻ രണ്ടിനെ വന്നിട്ട് അത് സ്റ്റെയിൻ ആകുന്ന കാരണം ആ സ്റ്റേജിൽ നമുക്ക് വേറൊരു പേര് പറയാം പോളിക്രോമോഫിലിക് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് എർത്രോബ്ലാസ്റ്റ് എന്ന് ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ നമുക്ക് പറയാൻ പറ്റും. ദെൻ കംസ് ദ ലേറ്റ് നോമോബ്ലാസ്റ്റ്. ലേറ്റ് നോമോബ്ലാസ്റ്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ന്യൂക്ലിയസ് ഒന്ന് ചെറുതായി വളരെ ചെറുതായിട്ട് ഒരു ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് പോലെ കാണത്തുള്ളൂ. ഇൻ ദ ഏർലിയർ സ്റ്റേജ് അവിടെ വന്നിട്ട് അസിഡോഫിലിക് ആയിരിക്കും സ്റ്റെയിനിങ് ഉണ്ടായിരിക്കുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓർത്തോക്രോമിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. ദെൻ ലേറ്റർ സ്റ്റേജിൽ എന്താകും? ന്യൂക്ലിയസ് വന്നിട്ട് ഡിസപ്പിയർ ആകും. ആ ന്യൂക്ലിയസ് ഡിസപ്പിയർ ആകുന്ന പ്രോസസ്സിനെ പറയുന്നതായിരിക്കും നമ്മൾ ബൈ ദ പ്രോസസ് പൈക്കനോസിസ് വഴിയായിരിക്കും ന്യൂക്ലിയസ് വന്നിട്ട് ലേറ്റ് നോമോബ്ലാസ്റ്റിൽ ലേറ്റർ സ്റ്റേജിൽ ഡിസപ്പിയർ ആവുന്നത്. Then comes the reticulocytes. Reticulocytes നമ്മൾ എന്ത് പറയും? ഇമ്മച്യൂർ RBC ആയിരിക്കും. ആൻഡ് നമ്മുടെ ന്യൂ ബോണിൽ നോക്കുവാണെങ്കിൽ ടോട്ടൽ RBCയുടെ 2.6% റെറ്റിക്കുലോസൈറ്റ്സ് ആയിരിക്കും. വൈൽ ലേറ്റർ നമ്മൾ ലേറ്റർ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ടോട്ടൽ RBCയുടെ 1% താഴെ ആയിരിക്കും റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുക. ദെൻ ഫൈനലി വരുന്ന എന്തായിരിക്കും? മെച്യൂർ RBC, അതായത് നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള സെൽസ്. ഇതെന്തായിരിക്കും? ഇത് വന്നിട്ട് നോൺ ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും, നോൺ മൈറ്റോകോൺട്രിയ ഉണ്ടായിരിക്കും, ബൈകോൺകേവ് ഇൻ ഷേപ്പ് ആയിരിക്കും. സോ വാട്ട് ഈസ് ലൈഫ് സ്പാൻ എത്രയായിരിക്കും? 120 days ആയിരിക്കും ഒരു RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാല്. ദെൻ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇതിനകത്ത് ഹീമോഗ്ലോബിൻ നമുക്ക് വരുന്നു. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അഡൽട്ട് ഹീമോഗ്ലോബിൻ നമുക്കറിയാം അല്ലെ? അഡൽട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും, ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും. അഡൽട്ട് ഹീമോഗ്ലോബിൻ ആൻഡ് ഫീറ്റൽ ഹീമോഗ്ലോബിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അഡൽട്ട് ഹീമോഗ്ലോബിനകത്ത് 2 ആൽഫ 2 ഗാമ ആയിരിക്കും അഡൽട്ടിനകത്ത് ഉണ്ടായിരിക്കുന്നത്.
അതേസമയം സോറി അഡൽറ്റിനകത്ത് 2 ബീറ്റ 2 ആൽഫ 2 ബീറ്റ വൈൽ ഫീറ്റലിനകത്ത് 2 ആൽഫ 2 ഗാമ ആയിരിക്കും ഫീറ്റൽ ഹീമോഗ്ലോബിനകത്ത് ഉണ്ടായിരുന്നത്. ഫീറ്റൽ ഹീമോഗ്ലോബിനകത്ത് 2 ആൽഫ 2 ഗാമ വൈൽ അഡൽറ്റിനകത്ത് ആകുമ്പോഴത്തേക്ക് 2 ആൽഫ 2 ബീറ്റ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഈ ഫീറ്റൽ ഇത് വന്നിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ബോഡിയിൽ നോക്കുവാണെങ്കിൽ 97% ഈ അഡൽറ്റ് ഹീമോഗ്ലോബിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. വൈൽ ഒരു 0 to 2% മാത്രമായിരിക്കും നമുക്ക് ഫീറ്റൽ ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുക. അത് 2 ആൽഫ 2 ഗാമ. ഈ ഗാമ പ്രൊഡക്ഷൻ വന്നിട്ട് നമ്മുടെ ആഫ്റ്റർ ബർത്ത് വന്നിട്ട് റെഡ്യൂസ് ആയി പകരം ബീറ്റ പ്രൊഡക്ഷൻ കൂടിയിട്ടായിരിക്കും നമ്മുടെ അഡൽറ്റ് ഹീമോഗ്ലോബിൻ വന്നിട്ട് ഫോം ആകുന്നത്. ഇത് നമുക്ക് അനീമിയ പഠിക്കുമ്പോഴത്തേക്ക് വേണ്ടി വരും കേട്ടോ. ദെൻ ആൽഫ ഗ്ലോബിൻ ചെയിൻ വന്നിട്ട് എവിടെ നിന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ജീൻ ക്രോമോസോം 16 ഉള്ള 2 ജീനിനായിരിക്കും ആൽഫ ഗ്ലോബിൻ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രോമോസോം 11 ഒരു ജീനിൽ നിന്നായിരിക്കും ബീറ്റ ഗ്ലോബിൻ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹീമോഗ്ലോബിൻ എവിടെ ആയിരിക്കും? മൈറ്റോകോൺഡ്രിയയിൽ സിന്തസിസ് ചെയ്യുന്നു. വൈൽ ഗ്ലോബിനിന്റെ സൈറ്റോപ്ലാസം ആയിരിക്കും സിന്തസിസ് ചെയ്യുന്നത്. ദെൻ കോയാഗുലേറ്ററി ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ കോയാഗുലേറ്ററി ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? 13 കോയാഗുലേറ്ററി ഫാക്ടേഴ്സ് ആയിരിക്കും നമുക്കുള്ളത്. ഫാക്ടേഴ്സ് ഓഫ് കോയാഗുലേഷൻ നോക്കുകയാണെങ്കിൽ 13 ഇൻ നമ്പർ. ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫൈബർനോജൻ, പ്രോത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ, കാൽഷ്യം, ലബൈൽ ഫാക്ടർ, അൺനോൺ ഫാക്ടർ, സ്റ്റേബിൾ ഫാക്ടർ, ആന്റി ഹിമോഫിലിക് ഫാക്ടർ, ക്രിസ്മസ് ഫാക്ടർ, സ്റ്റോർഡ് പവർ ഫാക്ടർ, plasma thromboplastin antecedent, Heckman factor and fibrin stabilizing factor. So 13 coagulation factors ആയിരിക്കും നമുക്ക് എവിടെ ഉള്ളത്. coagulatory factors are 13. ഏതൊക്കെയായിരിക്കും? ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ, കാൽഷ്യം, ലബൈൽ ഫാക്ടർ, അൺനോൺ ഫാക്ടർ, സ്റ്റേബിൾ ഫാക്ടർ, ആന്റി ഹീമോഫിലിക് ഫാക്ടർ, Christmas factor, stored power factor, plasma thromboplastic antecedent, Heckman factor and fibrin stabilizing factor. So നമ്മൾ coagulation mechanism അല്ലെങ്കിൽ coagulatory pathway നോക്കുകയാണെങ്കിൽ 3 സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ഇസ് prothrombin activator, then conversion of prothrombin into thrombin, and finally conversion of the fibrinogen into fibrin. ഇങ്ങനെ 3 സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ എന്തിനാ പറയുന്നത്? ഈ coagulatory mechanism പറയുന്നത്. ഫസ്റ്റ് prothrombin formation of prothrombin activator, then conversion of prothrombin into thrombin, then conversion of fibrinogen into fibrin. So first നമുക്ക് പറയാം intrinsic and extrinsic pathways are there. Intrinsic pathway എന്ന് പറയുമ്പോൾ എവിടെ നടക്കും? within the blood ൽ നടക്കുന്നതായിരിക്കും intrinsic pathway. So അവിടെ വന്നിട്ട് endothelial damage ഉണ്ടായി collagen exposure ആകുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? Kallikrein and high molecular weight kinogen വന്നിട്ട് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? It will activate the factor 12. 12നെ factor 12 ആക്ടിവേറ്റ് ആക്കി മാറ്റും. എന്ത്? Kallikrein and high molecular weight kinogenന്റെ പ്രസൻസിൽ ഈ കൊളാജൻ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴത്തേക്ക് then what will happen? ഈ ആക്ടിവേറ്റ് ആയിട്ടുള്ള 12 വന്നിട്ട് 11നെ ആക്ടിവേറ്റ് ആക്കും. So this activated 12 factor will activate the 11 factor. 11 factor ആക്ടിവേറ്റ് എന്ത് ചെയ്യും? 9നെ വന്നിട്ട് കാൽഷ്യത്തിന്റെ പ്രസൻസിൽ 9നെ വന്നിട്ട് 9 ആക്ടിവേറ്റ് ആക്കി മാറ്റും. Then this 9 ആക്ടിവേറ്റ് ആയിട്ടുള്ള 9 എന്ത് ചെയ്യും? 10നെ ഫാക്ടർ 8ന്റെയും അതേപോലെ തന്നെ ഫാക്ടർ 4ന്റെയും പ്രസൻസിൽ 10 ആക്ടിവേറ്റ് ആക്കി മാറ്റും. So this is intrinsic pathway. ഇത് രണ്ടും എന്തിനായിരിക്കും? ഈ intrinsic and extrinsic pathway എന്തിനായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഇനീഷ്യൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ടായിരിക്കും. എന്ത്? പ്രോത്രോംബിൻ ആക്ടിവേറ്ററിന് വേണ്ടിയിട്ടായിരിക്കും ഇനീഷ്യൽ ഈ intrinsic and extrinsic pathway ഉണ്ടായിരിക്കുക. intrinsic pathway എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ബ്ലഡ് നടക്കുന്നതായിരിക്കും. ബ്ലഡിന് ഒരു ഇഞ്ചുറി ഉണ്ട്, ബ്ലഡ് വെസലിന് ഒരു ഇഞ്ചുറി ഉണ്ടായി, എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടായി, കൊളാജൻ എക്സ്പോഷർ ഉണ്ടായി. സോ നമ്മുടെ ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടായി കൊളാജൻ എക്സ്പോഷർ ആയി കഴിയുമ്പോൾ അവിടെ നിന്ന് കാലിക്രിന്റെയും ഹൈ മോളിക്കുലർ വെയിറ്റ് കൈനോജന്റെയും പ്രസൻസിൽ ഫാക്ടർ 12 വന്നിട്ട് 12 ആക്ടിവേറ്റ് ആകും. ഈ ആക്ടിവേറ്റ് ആയിട്ടുള്ള 12 എന്ത് ചെയ്യും? എഗെയിൻ ഈ HMW കൈനോജന്റെ പ്രസൻസിൽ 11 ആക്ടിവേറ്റ് ആക്കും. ദിസ് ആക്ടിവേറ്റ് ആയിട്ടുള്ള 11 ഫാക്ടർ എന്ത് ചെയ്യും? 9 ഫാക്ടറിനെ കാൽഷ്യത്തിന്റെ പ്രസൻസിൽ ഇറ്റ് വിൽ ആക്ടിവേറ്റ് ദ ഫാക്ടർ 9നെ ആക്ടിവേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ആയിട്ടുള്ള ഫാക്ടർ 9 എന്തിന്റെ പ്രസൻസിൽ? ഫാക്ടർ 8ന്റെ പ്രസൻസിലായിരിക്കും 10നെ 10 ആക്ടിവേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. ദെൻ എക്സ്റ്റൻസീവ് പാത്വേ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടായിരിക്കും ടിഷ്യൂ ട്രോമ ഔട്ട്സൈഡ് ദ ബ്ലഡ് ടിഷ്യൂ ഉണ്ടാകുന്നതായിരിക്കും എക്സ്റ്റൻസീവ് പാത്വേ. സോ ടിഷ്യൂ ട്രോമ ഉണ്ടായി ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ വന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും? അവിടെ വന്നിട്ട് ഗ്ലൈക്കോപ്രോട്ടീനും ഫോസ്ഫോലിപ്പിഡ്സും വന്നിട്ട് വാട്ട് വിൽ ഫാക്ടർ 7ന്റെ പ്രസൻസിൽ 10നെ 10 ആക്ടിവേറ്റ് ആക്കി മാറ്റി
വിത്ത് കാൽഷ്യം ആൻഡ് ഫാക്ടർ 5 അത് എന്തായിട്ട് മാറുന്നു? പ്രോത്രോംബിൻ ആക്ടിവേറ്റ് ആയിട്ട് മാറുന്നു. ഇതായിരിക്കും എക്സ്റ്റൻസീവ് പാത്വേ. എക്സ്റ്റൻസീവ് പാത്വേയില് ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാവുന്നു, ടിഷ്യൂ ട്രോമ ഉണ്ടാവുന്നു, പ്ലസ് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ. അവിടെ എന്ത് വരുന്നു? ഗ്ലൈക്കോപ്രോട്ടീനും ഫോസ്ഫോലിപ്പിഡ്സും വന്നിട്ട് ഫാക്ടർ 7ന്റെ പ്രസൻസിൽ 10നെ 10 ആക്ടിവേറ്റർ ആക്കി മാറ്റും. Then this phospholipids with the help of calcium phospholipids 10 activator എന്തായിട്ട് മാറും? പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്ത് ഈ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആയിരിക്കും നെക്സ്റ്റ് പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ദിസ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ വിൽ കൺവേർട്ട് ദ സെക്കൻഡ് സ്റ്റെപ്പ് പ്രോത്രോംബിൻ ഇൻടു ത്രോംബിൻ വിത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ പ്രസൻസിൽ പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് ത്രോംബിൻ, ഇനി ഈ ത്രോംബിന്റെ പ്രസൻസ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം പോലെ വീണ്ടും വന്നിട്ട് അതിന്റെ മെക്കാനിസംസ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ഈ ആക്ടിവേറ്റ് ആയിട്ടുള്ള ത്രോംബിൻ എന്ത് ചെയ്യും? ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ആക്ടിവേറ്റഡ് ഫൈബ്രോജനായിട്ട് കൺവേർട്ട് ചെയ്യും. അത് വന്നിട്ട് ഇനീഷ്യലി മോണോനോമർ ആക്കി, അത് ഫസ്റ്റ് ഓരോരോ മോളിക്കുലായിട്ടായിരിക്കും. അതിന്റെ പിന്നെ പോളിമറൈസേഷൻ നടന്നിട്ടായിരിക്കും ലൂസ് സ്ട്രാൻഡ് ഓഫ് ഫൈബ്രിൻ ഫോം ചെയ്യും. അവിടെ വന്നിട്ട് ഫാക്ടർ 13 അതായത് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറും കാൽഷ്യവും ആക്ട് ചെയ്തിട്ടായിരിക്കും ഫൈബ്രിന്റെ ടൈറ്റ് ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. സോ ഇനീഷ്യലി 3 സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റുക നമ്മുടെ കോയാഗുലേറ്ററി മെക്കാനിസം. ഫസ്റ്റ് ഒരു പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഉണ്ടായിരിക്കും. ഇനീഷ്യലി പ്രോത്രോംബിൻ ആക്ടിവേറ്റർ, സെക്കൻഡ് കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ഇൻടു ത്രോംബിൻ, തേർഡ് കൺവേർഷൻ ഓഫ് ഫൈബ്രിനോജ് ഇൻടു നമ്മുടെ ക്ലോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതായിരിക്കും നമ്മുടെ കോയാഗുലേറ്ററി മെക്കാനിസത്തിന്റെ 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. സോ ഫസ്റ്റ് നമ്മുടെ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഉണ്ടാകുന്നതിനകത്ത് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് പാത്വേ ഉണ്ടായിരിക്കും. ഇൻട്രൻസിക് പാത്വേ ബ്ലഡിനകത്തുള്ളതും എക്സ്ട്രൻസിക് പാത്വേ വന്നിട്ട് ഇൻ ദ ടിഷ്യൂസ് നടക്കുന്നതായിരിക്കും. സോ ഇൻട്രൻസിക് പാത്വേക്കകത്ത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? എൻഡോത്തീലിയൽ ഡാമേജ്, നമ്മുടെ ബ്ലഡ് വെസലിന് ഡാമേജ് ഉണ്ടാവുന്നു, കൊളാജൻ എക്സ്പോഷർ ആവുന്നു. അവിടെ വന്നിട്ട് കാലിക്രിൻ ആൻഡ് ഹൈ മോളിക്കുലർ വെയിറ്റ് കൈനോജന്റെ പ്രസൻസിൽ ഫാക്ടർ 12 വന്നിട്ട് ഗെറ്റ് ആക്ടിവേറ്റഡ്. ഇനി ആക്ടിവേറ്റ് ആയിട്ടുള്ള 12 ഫാക്ടർ എന്ത് ചെയ്യും? 11നെ ആക്ടിവേറ്റ് ചെയ്യുന്നു. 11 വന്ന് 9നെ ആക്ടിവേറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം. 9 വന്നിട്ട് 10നെ ആക്ടിവേറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഫാക്ടർ 8 ആൻഡ് നമ്മുടെ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ വരുന്നു. ഇവിടെ എക്സ്റ്റൻസീവ് പാത്വേക്കകത്ത് ടിഷ്യൂ ട്രോമ ഉണ്ടാവുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു? വിത്ത് ദ ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീന്റെ പ്രസൻസിൽ ഫാക്ടർ 7ന്റെ പ്രസൻസിൽ 10നെ 10 ആക്ടിവേറ്റർ ആക്കി മാറ്റുന്നു. ആൻഡ് അത് വന്നിട്ടേക്കും പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആയിട്ട് വരുന്നു. ദെൻ ഈ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആയിരിക്കും പ്രോത്രോംബിനെ കാൽഷ്യത്തിന്റെ പ്രസൻസിൽ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനെ, ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ആക്റ്റീവ് ഫൈബ്രിനോജനായിട്ട് കൺവേർട്ട് ചെയ്യും. അത് വന്നിട്ട് ഒരു ഫൈബ്രിൻ മോണോമർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് വന്നിട്ട് പോളിമറൈസേഷൻ സംഭവിച്ചിട്ടായിരിക്കും ലൂസ് സ്ട്രാൻഡ് ഓഫ് ഫൈബ്രിൻ വരും. അവിടെ നമ്മുടെ ഫാക്ടർ 13 അതായത് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ വന്നിട്ട് ഈ ലൂസ് സ്ട്രാൻഡ് ഓഫ് ഫൈബ്രിനില് വാട്ട് വിൽ ആക്ട്? നമ്മുടെ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ വന്ന് ആക്ട് ചെയ്തിട്ടായിരിക്കും ഫൈനലി ഒരു ഫൈബ്രിൻ ടൈറ്റ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഇതായിരിക്കും നമ്മുടെ കോയാഗുലേറ്ററി മെക്കാനിസം. സോ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, എങ്ങനെയായിരിക്കും നമ്മുടെ എർത്രോപോയ്സസ് നടക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കും? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബോൺമാരിൽ ഉണ്ടായിരിക്കുന്നത് ആദ്യം വന്നിട്ട് അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് ഹെം സെൽസ് ആയിരിക്കും. ആ അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസിൽ നിന്ന് കമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് വരും. കമ്മിറ്റഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് പിന്നെ എന്തായിട്ട് മാറുന്നു? ലിംഫോബ്ലാസ്റ്റ് ആൻഡ് മൈലോബ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു. ലിംഫോബ്ലാസ്റ്റിൽ നിന്ന് ലിംഫോസൈറ്റ്സ്, ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ് വരും. മൈലോബ്ലാസ്റ്റ് അല്ലെങ്കിൽ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസൈറ്റ്സിൽ നിന്ന് കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് എർത്രോസൈറ്റ്സ്, കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് ഗ്രാനുലോസൈറ്റ്സ്, കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് മോണോസൈറ്റ്സും കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് മെഗോകാരോസൈറ്റ്സും വരും. ഫ്രം എർത്രോസൈറ്റ്സ് RBC വരും, മെച്യൂർ സെൽസ്. ഗ്രാനുലോസൈറ്റ്സിൽ നിന്ന് ന്യൂട്രോഫിൽസ്, ഇസ്നോഫിൽസ്, ബേസോഫിൽസ്. മോണോസൈറ്റിൽ നിന്ന് മോണോസൈറ്റും മെഗാകാരോസൈറ്റ്സിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സും വരും എന്ന് പറഞ്ഞു. ദെൻ എർത്രോപോയ്സസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് മെയിൻലി എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും നടക്കുന്നത്? സൈസ് കുറഞ്ഞു വരും. ഫ്രം 25 to 7.5 മൈക്രോൺ ആയിട്ട് കുറയും. ഹീമോഗ്ലോബിൻ അപ്പിയർ ആവും. ന്യൂക്ലിയസും ന്യൂക്ലിയോളിയം ഡിസപ്പിയർ ആകും. സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസിനകത്ത് ചേഞ്ചസ് ഉണ്ടാവും. സോ ഏതൊക്കെയായിരിക്കും സ്റ്റേജസ്, ഏതൊക്കെയായിരിക്കും സ്റ്റെപ്സ് ഓഫ് എർത്രോപോയ്സസ് നോക്കുവാണെങ്കിൽ പ്രോ എർത്രോബ്ലാസ്റ്റ്, ഏർലി നോമോബ്ലാസ്റ്റ്, ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റ്, ലേറ്റ് നോമോബ്ലാസ്റ്റ്, റെട്ടിക്ലോസൈറ്റ് ആൻഡ് മെച്യൂർ RBC. സോ പ്രോ എർത്രോബ്ലാസ്റ്റിനകത്ത് എന്തായിരിക്കും? വലിയ RBC ആയിരിക്കും, വലിയ ന്യൂക്ലിയസ് ആയിരിക്കും, 2 or more ന്യൂക്ലിയോളി ഉണ്ടായിരിക്കും. ഹീമോഗ്ലോബിൻ കാണത്തില്ല, പക്ഷെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്റ്റേറ്റിൽ നിന്നായിരിക്കും. ബേസോഫിലിക് സ്റ്റെയിനിങ് ആയിരിക്കും. ദെൻ ഏർലി നോമോബ്ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കും? ന്യൂക്ലിയോലെ ഡിസപ്പിയർ ആയിരിക്കും. ഇവിടെയും ഹീമോഗ്ലോബിൻ വന്നിട്ടില്ല. സ്റ്റെയിനിങ് ബേസോഫിലിക് ആയിരിക്കും. ഹെൻസ് അതിന് വേറൊരു പേര് പറയും ബേസോഫിലിക് എർത്രോബ്ലാസ്റ്റ് എന്നും ഈ സ്റ്റേജിന് നമുക്ക് പറയാൻ പറ്റും. ദെൻ കംസ് ദ ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റ്. ഇവിടെ ആയിരിക്കും എന്ത് വരുന്നത്? ഇവിടെ ആയിരിക്കും ഹീമോഗ്ലോബിൻ വന്നിട്ട് അപ്പിയർ ആകുന്നത്. ഹീമോഗ്ലോബിൻ ഫസ്റ്റ് അപ്പിയർ ഇൻ ദ ഇന്റർമീഡിയറ്റ് നോമോബ്ലാസ്റ്റിലായിരിക്കും.
ഇത് ബേസോഫിലിക് ആണെങ്കിൽ പോലും ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇത് വന്നിട്ട് ഇറ്റ് സ്റ്റെയിൻസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് രണ്ടിനെയും വന്നിട്ട് അത് സ്റ്റെയിൻ ചെയ്യുന്ന കാരണം ഈ സ്റ്റേജിൽ എന്ത് പറയും പോളിക്രോമോഫിലിക് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് എർത്രോബ്ലാസ്റ്റ് എന്ന് പറയും. ദെൻ ലേറ്റ് നോമോബ്ലാസ്റ്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ന്യൂക്ലിയസ് ചെറുതായി ചെറിയൊരു സ്പോട്ട് പോലെ കാണുള്ളൂ. അതിനായിരിക്കും നമ്മൾ ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഹീമോഗ്ലോബിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആകുന്നു. സോ ഇത് acidophilic staining ആയിരിക്കും. ഹെൻസ് ദിസ് late normoblast is also called as orthochromic normoblast എന്ന് പറയും. And in the final stage of ഈ late normoblastന്റെ final stageല് ഇങ്ക് സ്പോട്ട് ആയിട്ടുള്ള ആ ന്യൂക്ലിയസ് ഒന്ന് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിരിക്കും by the process called പൈക്കനോസിസ്. Then comes the റെറ്റിക്കുലോസൈറ്റ്സ്. റെറ്റിക്കുലോസൈറ്റ്സ് നോക്കുവാണെങ്കിൽ ഒരു ഇമ്മച്യൂർ RBC ഏറ്റവും ഫൈനലി മെച്ചൂർ ആവുന്ന തൊട്ട് മുന്നുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഇമ്മച്യൂർ RBC ആയിരിക്കും. 2.5% ഉണ്ടായിരിക്കും നിയോനേറ്റൽ ലൈഫിൽ. ദെൻ ആഫ്റ്റർ ഇൻഫന്റ് അല്ലെങ്കിൽ ഒരു അഡൽട്ട് ആയി കഴിയുന്നതോടെ 1% ഓഫ് RBC മാത്രമേ റെറ്റിക്കുലോസൈറ്റ്സ് നമ്മുടെ ബ്ലഡിൽ കാണത്തുള്ളൂ. ദെൻ ഫൈനലി കംസ് ദ മെച്ചൂർ RBC. മെച്ചൂർ RBCക്കകത്ത് ന്യൂക്ലിയസ് കാണത്തില്ല, മൈറ്റോകോൺട്രിയ കാണത്തില്ല, ഒരു ബൈകോൺകേവ് ഷേപ്പ് ആയിരിക്കും. ദെൻ നമ്മൾ ഹീമോഗ്ലോബിൻ പറഞ്ഞു. ഹീമോഗ്ലോബിൻ ഓഫ് 2 ടൈപ്സ് ആയിരിക്കും മെയിൻലി പറയുന്നത്, അഡൽട്ട് ഹീമോഗ്ലോബിൻ ആൻഡ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ. അഡൽട്ട് ഹീമോഗ്ലോബിനകത്ത് 2 ആൽഫ 2 ബീറ്റ ആയിരിക്കും. ഫീറ്റൽ ഹീമോഗ്ലോബിനകത്ത് 2 ആൽഫ 2 ഗാമ ആയിരിക്കും. ഇൻ ആഫ്റ്റർ നമ്മുടെ ബർത്തിന് ശേഷം എന്ത് പറ്റും, ഈ ഗാമ ഗ്ലോബിന് പകരം പിന്നെ ബീറ്റ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് ഇൻ അഡൽട്ട്. ദെൻ നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞു. ക്ലോട്ടിംഗ് മെക്കാനിസം വി ആർ ഡിസ്കസ്ഡ്, എങ്ങനെയായിരിക്കും ക്ലോട്ടിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മളിനി വി ആർ ഗോയിങ് ടു മെഡിസിനിലോട്ട് പോകണം. മെഡിസിൻ പോർഷൻ മെയിൻലി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു നമ്മുടെ ഓരോ ചേഞ്ചസ് ഉണ്ടാവും നമ്മുടെ സെല്ലിന്റെ സൈസിൽ അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസിനകത്തുള്ള ചേഞ്ചസ് നമ്മൾ എങ്ങനെയൊക്കെ പറയാൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഈസ് മൈക്രോസൈറ്റോസിസ്. മൈക്രോസൈറ്റോസിസ് എന്ന് പറഞ്ഞാല് അതിന്റെ നമ്മുടെ നമ്മള് സൈസ് കുറയുന്നതായിരിക്കും നമ്മൾ മൈക്രോസൈറ്റോസിസ് എന്ന് പറയും. മാക്രോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ് കൂടുന്നതിനെ പറയും. ഹൈപ്പോക്രോമിയ ഹീമോഗ്ലോബിൻ കുറയുന്നതിനെ പറയും. അനേസോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് RBCയുടെ സൈസിനകത്ത് ഉണ്ടാകുന്ന ഇൻഇക്വാലിറ്റിനെ ആയിരിക്കും അനേസോസൈറ്റോസിസ് എന്ന് പറയുക. വൈൽ പൊയ്ക്കുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഷേപ്പിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റി ആയിരിക്കും. സോ അനേസോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സൈസിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റി ആണെങ്കിൽ പൊയ്ക്കുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഷേപ്പിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റി ആയിരിക്കും. സോ മെയിൻലി അതിന്റെ സൈസും ഷേപ്പും വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരിക്കും മൈക്രോസൈറ്റോസിസ്, മാക്രോസൈറ്റോസിസ്. മൈക്രോ എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ് കുറയുന്നത്, മാക്രോ എന്ന് പറയുമ്പോൾ സൈസ് കൂടുന്നത്. ദെൻ ഹൈപ്പോക്രോമിയ ആൻഡ് അനേസോസൈറ്റോസിസ്. ഹൈപ്പോക്രോമിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീമോഗ്ലോബിൻ കുറയുന്നത്. അനേസോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈസിനകത്ത് ഇൻഇക്വാലിറ്റി ഉണ്ടാകുന്നു. പൊയ്ക്കുലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഷേപ്പിനകത്ത് ഒരു ഇറഗുലാരിറ്റി ഉണ്ടാകുന്നതിനായിരിക്കും. ദെൻ ടാർഗറ്റ് സെൽസ് എന്നിട്ട് എവിടെ ആയിരിക്കും മെയിൻലി കാണുന്നത്, ഹീമോഗ്ലോബിനോ പതീസിനകത്തായിരിക്കും മെയിൻലി ടാർഗറ്റ് സെൽസ് ഉണ്ടായിരിക്കുക ബ്ലഡില്. പങ്ക്ടേറ്റ് ബേസോഫിലിയ, അതിനെ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറയും. ഇത് വന്നിട്ട് ഒരു ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് അല്ലെങ്കിൽ പങ്ക്ടേറ്റ് ബേസോഫിലിയ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ന്യൂമറസ് ബേസോഫിലിക് ഗ്രാനുൾസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സെല്ല്. സെല്ലിനകത്ത് വന്നിട്ട് ബേസോഫിലിക് ഗ്രാനുൾസ് വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അതിനായിരിക്കും നമ്മൾ പങ്ക്ടേറ്റ് ബേസോഫിലിയ എന്ന് പറയുന്നത്. ഈ പങ്ക്ടേറ്റ് ബേസോഫിലിയ മെയിൻലി കാണുന്നത് ബീറ്റ തലാസീമിയയിലും ക്രോണിക് ലെഡ് പോയ്സണിംഗിലും ആയിരിക്കും. ദെൻ ഹവൽ ജോളി ബോഡീസ്. ഇത് വന്നിട്ട് യൂഷ്വലി നമ്മുടെ RBC വന്നിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ സ്പ്ലീൻ റിമൂവ് ചെയ്ത് കളയും. RBCന്റെ ന്യൂക്ലിയസ് വന്നിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയും സ്പ്ലീൻ. പക്ഷെ സർട്ടൺ കണ്ടീഷനിൽ ആ ന്യൂക്ലിയറുടെ ഒരു റെമിനന്റ് അവിടെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനായിരിക്കും നമ്മൾ ഹവൽ ജോളി ബോഡീസ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് മെയിൻലി കാണിക്കുന്നത് നമ്മുടെ സ്പ്ലീനിന്റെ എന്തെങ്കിലും നോൺ ഫംഗ്ഷനിങ് ആയിരിക്കും ഹവൽ ജോളി ബോഡീസിന്റെ പ്രസൻസ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഇൻക്രീസ് ആയിരിക്കുന്ന കണ്ടീഷൻസ് ഏതൊക്കെയായിരിക്കും, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ പോലുള്ള ഡിസീസിനകത്തായിരിക്കും. ദെൻ പാപ്പൻഹൈമർ ബോഡീസ്. ഇതൊരു നോൺ അയൺ പ്രോട്ടീൻ കോംപ്ലക്സസ് ആയിരിക്കും. മെയിൻലി കാണുന്നത് എവിടെയായിരിക്കും നോക്കുകയാണെങ്കിൽ അയൺ ഓവർലോഡ് സ്റ്റേറ്റസിനകത്തും അല്ലെങ്കിൽ സ്പ്ലീൻ വന്നിട്ട് നോൺ ഫംഗ്ഷനിങ് ആയിട്ടുള്ള സ്റ്റേറ്റസിനകത്തും ആയിരിക്കും. ദെൻ ഹൈപ്പർ സെഗ്മെന്റഡ് പോളിമോർഫ് B12 ആൻഡ് ഫോളേറ്റ് ഡെഫിഷ്യൻസിയിൽ വരും. ന്യൂക്ലിയേറ്റഡ് RBC മിക്കവാറും നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലാസ്റ്റ് സ്റ്റേറ്റിനകത്ത് മാത്രമേ ന്യൂക്ലിയേറ്റ് RBC ഉണ്ടാകത്തുള്ളൂ. കാര്യം നമ്മൾ പറഞ്ഞില്ലേ എവിടെ വന്നിട്ട് ലേറ്റ് നോമോബ്ലാസ്റ്റിൽ വന്നിട്ട് ന്യൂക്ലിയസ് വന്ന് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിരിക്കും. സോ RBC ഉണ്ടാകുന്നുണ്ട്, ന്യൂക്ലിയേറ്റഡ് RBC ആണ് നമുക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ പെരിഫറൽ സ്മിയറിനകത്ത്, ദാറ്റ് മീൻസ് ഒരു നോമോബ്ലാസ്റ്റ് സ്റ്റേറ്റിലാണ് RBC വന്നിട്ട് അപ്പിയർ ആയിട്ടുള്ളതെന്നായിരിക്കും. സോ RBCയുടെ വന്നിട്ട് ഒരു ബ്ലഡ് ഫിലിമിൽ വന്നിട്ട് അപ്പിയറൻസ് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ പറയാം, മൈക്രോസൈറ്റോസിസ് എന്ന് വെച്ചാൽ
അയൺ മൈക്രോസൈറ്റോസ് എന്ന് വെച്ചാൽ സൈസ് കുറയുന്നു, മാക്രോസൈറ്റോസ് എന്ന് പറയുമ്പോൾ സൈസ് കൂടിയിരിക്കുന്നു, ഹൈപ്പോക്രോമിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീമോഗ്ലോബിന്റെ പ്രസൻസ് കുറവായിരിക്കുന്നു, അനൈസോസൈറ്റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറഗുലാരിറ്റി ഇൻ ദ സൈസ് ഓഫ് ആർ ബി സി, ഇറഗുലാരിറ്റി ഇൻ ദ ഷേപ്പ് ഓഫ് ആർ ബി സി, ഷേപ്പിനെ തന്നെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പൊയ്ക്കുലോസൈറ്റോസിസ് എന്ന് പറയും. ടാർഗറ്റ് സെൽസ് എവിടെയായിരിക്കും എപ്പോഴായിരിക്കും അപ്പിയർ ആകുന്നത്? ലിവർ ഡിസീസിനകത്ത് അല്ലെങ്കിൽ സ്പ്ലെനിക് ഫംഗ്ഷൻ ഒക്കെ ആബ്സെൻസ് ആയിരിക്കുമ്പോഴത്തേക്കായിരിക്കും ടാർഗറ്റ് സെൽസ് വരുന്നത്. പങ്ക്ടേറ്റ് ബേസോഫിലി അല്ലെങ്കിൽ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസോഫിലിക് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഗ്രാന്യൂൾസ് വന്നിട്ട് സെല്ലിനകത്ത് ഉണ്ട്. നമ്മുടെ ഈ ആർ ബി സിക്കകത്ത് മൾട്ടിപ്പിൾ ബേസോഫിലിക് ഗ്രാന്യൂൾസ് പ്രസന്റ് ആണെങ്കിൽ അതിനായിരിക്കും നമ്മൾ പങ്ക്ടേറ്റ് ബേസോഫിലി എന്ന് പറയുന്നത്. അതെവിടെയായിരിക്കും കാണുന്നത്? ബീറ്റ തലോസീമിലായിരിക്കും മെയിൻലി കാണുക, അല്ലെങ്കിൽ ക്രോണിക് ബ്ലഡ് പോയിസണിംഗിലായിരിക്കും കാണുക. ദെൻ ഹവൽ ജോളി ബോഡീസ്. ഹവൽ ജോളി ബോഡീസ് വെച്ചാൽ ഫസ്റ്റ് എന്തായിരിക്കും? നമുക്കറിയാം ആർ ബി സിയിൽ ന്യൂക്ലിയസ് കാണത്തില്ല, അതിന്റെ പക്ഷെ ഒരു റെമിനൻസ് ഉണ്ടായിരിക്കും, അതിനായിരിക്കും നമ്മൾ ഹവൽ ജോളി ബോഡീസ് പറയും. ഈ റെമിനൻസ് യൂഷ്വലി ന്യൂക്ലിയസിന് ആരായിരിക്കും റിമൂവ് ചെയ്യുന്നത്? സ്പ്ലീൻ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് പ്രസന്റ് ദാറ്റ് മീൻസ് സ്പ്ലീൻ വന്നിട്ട് നോൺ ഫംഗ്ഷനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെന്റ് സ്പ്ലീൻ ആയിരിക്കും. ഇനി ഇതിന്റെ നമ്പർ വന്നിട്ട് എപ്പോഴായിരിക്കും ഇത് കൂടി നിൽക്കുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ പോലുള്ള കണ്ടീഷനിലായിരിക്കും ഹവൽ ജോളി ബോഡീസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കുക. ദെൻ പാപ്പൻഹൈമർ ബോഡീസ്. പാപ്പൻഹൈമർ ബോഡീസ് എന്ന് വെച്ചാൽ അയൺ പ്രോട്ടീൻ കോംപ്ലക്സസ് ഉണ്ടാകുന്നതായിരിക്കും ആർ ബി സിയിൽ. ഇത് വന്നിട്ട് എന്തായിരിക്കും കാണിക്കുന്നത്? ഒന്നെങ്കിൽ അയൺ ഓവർലോഡ് ഉണ്ട് ബോഡിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ സ്പ്ലീനിന്റെ ഫംഗ്ഷൻസ് പ്രോപ്പർ അല്ല. അതായിരിക്കും ഇഫ് ദ പാപ്പൻഹൈമർ ബോഡീസ് ആർ പ്രസന്റ് ഇൻ ദ പെരിഫറൽ സ്മെൽ ഇൻഡിക്കേറ്റ് ചെയ്യണത്. ഇനി ഹൈപ്പർ സെഗ്മെന്റഡ് പോളിമോർഫ്സ് ആണെങ്കിൽ B12 ആൻഡ് ഫോളേറ്റ് ഡെഫിഷ്യൻസി ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലായിരിക്കും ഹൈപ്പർ സെഗ്മെന്റഡ് പോളിമോർഫ്സ് ഉണ്ടായിരിക്കുക. ദെൻ ന്യൂക്ലിയേറ്റഡ് ആർ ബി സി. ന്യൂക്ലിയേറ്റഡ് ആർ ബി സി എവിടെയായിരിക്കും കാണുന്നത്? ന്യൂക്ലിയസ് ഏത് സ്റ്റേറ്റിൽ ഡിസപ്പിയർ ആവും നമുക്കറിയാം? ലേറ്റ് നോമോബ്ലാസ്റ്റിൽ ന്യൂക്ലിയസ് ഡിസപ്പിയർ ആകും. സോ നമ്മുടെ പെരിഫറൽ ബ്ലഡ് സ്മിയറിൽ കിട്ടുന്ന ആർ ബി സിക്ക് അത് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്? അത് വന്നിട്ട് നോർമോബ്ലാസ്റ്റ് സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് ലേറ്റ് നോമോബ്ലാസ്റ്റിലാണെങ്കിൽ ആർ ബി സി ഡിസപ്പിയർ ആയി കഴിയണം. അതിന് മുന്നത്തെ സ്റ്റേജിലാണ് ആർ ബി സി നമ്മുടെ ബ്ലഡ് സ്മിയറിൽ പ്രസന്റ് ആയിട്ടുള്ളതായിരിക്കും ന്യൂക്ലിയേറ്റഡ് ആർ ബി സി കാണിക്കുന്നത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? എർത്രോപോയ്സിസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതായിരിക്കും ഒരു ന്യൂക്ലിയസ് ആർ ബി സി ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യണത്. സോ ദെൻ വി ആർ കമ്മിങ് ടു അനീമിയ. അനീമിയയുടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ക്ലാസിഫിക്കേഷൻ നോക്കണം. ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിനെ മോർഫോളജിക്കലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, എറ്റിയോളജി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ മോർഫോളജിക്കലി എങ്ങനെ ക്ലാസിഫൈ ചെയ്യും നമ്മൾ അനീമിയനെ? മോർഫോളജിക്കലി തന്നെ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആർ ബി സിയുടെ സൈസ്, അതേപോലെ തന്നെ അതിന്റെ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മൾ എങ്ങനെ പറയും? ഈ MCV, MCHC ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യത്തില്ലേ? സോ MCV എന്തായിരിക്കും കാണിക്കുന്നത്? അതിന്റെ സൈസിനെ കാണിക്കുന്നു. വൈൽ MCH എന്ന് കാണിക്കുന്നത് അതിന്റെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനെ കാണിക്കുന്നു, അല്ലെ? സോ അതേ കണക്ക് നമുക്ക് അനീമിയനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഇനീഷ്യലി നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? അതിന്റെ മോർഫോളജി ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ, മാക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആൻഡ് മാക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. നമ്മൾ അനീമിയനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? വി ഇനീഷ്യലി ക്ലാസിഫൈഡ് അനീമിയസ് വന്നിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? മോർഫോളജി വെച്ചിട്ട് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്, നോർമോസൈറ്റിക് നോർമോക്രോമിക്, മാക്രോസൈറ്റിക് നോർമോക്രോമിക് ആൻഡ് മാക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്. സോ ഫസ്റ്റ് നോർമോസൈറ്റിക് നോർമോക്രോമിക്, അതിന്റെ സൈസും അതിന്റെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനകത്ത് മാറ്റമില്ല. ദാറ്റ് ഈസ് നോർമോസൈറ്റിക് നോർമോക്രോമിക്. ഇനി സൈസ് കുറയുന്നു, ഹീമോഗ്ലോബിനും കുറയുന്നു, ദാറ്റ് ഈസ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്. സൈസ് കൂടുന്നു, ഹീമോഗ്ലോബിൻ നോർമൽ ആണ്, ദാറ്റ് ഈസ് മാക്രോസൈറ്റിക് നോർമോക്രോമിക്. സൈസ് കൂടുന്നു, ഹീമോഗ്ലോബിൻ കുറയുന്നു, ദാറ്റ് ഈസ് മാക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്. ഇതായിരിക്കും മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അതായത് അതിന്റെ സൈസും അതിന്റെ ഹീമോഗ്ലോബിന്റെ പ്രസൻസും വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കും 4 എണ്ണം. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്, നോമോസൈറ്റിക് നോമോക്രോമിക്, മാക്രോസൈറ്റിക് നോമോക്രോമിക് ആൻഡ് മാക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്. ഇതായിരിക്കും അക്കോർഡിംഗ് ടു ദ മോർഫോളജി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അനീമിയനെ. ഇനി നമ്മൾ അതിന്റെ എറ്റിയോളജി വെച്ചിട്ട് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മെയിൻലി വന്നിട്ട് ഡിസ് ഹീമോപോയിറ്റിക് ഡിസോർഡർ, അല്ലെങ്കിൽ നമ്മുടെ എർത്രോപോയ്സിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസോർഡേഴ്സ് കാരണം, അല്ലെങ്കിൽ ഹെമറേജിക്, ഹീമോലൈറ്റിക്, ഹൈപ്പോപ്ലാസ്റ്റിക്, അങ്ങനെ നമുക്ക് പല രീതിക്ക് എറ്റിയോളജി ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് അനീമിയയിലോട്ട് പോവാണ്. ഫസ്റ്റ് അനീമിയ നമ്മൾ പറയാൻ പോകുന്ന ഏതായിരിക്കും? അയൺ ഡെഫിഷ്യൻസി അനീമിയ. സോ നമ്മുടെ
ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അനീമിയ ആയിരിക്കും അയൺ ഡെഫിഷ്യൻസി അനീമിയ. 90 to 95% ഓഫ് ടോട്ടൽ അനീമിയ ഏതായിരിക്കും? അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിരിക്കും. സോ മെയിൻലി ഉണ്ടാകുന്ന കോസ് എന്തായിരിക്കും? ഒന്നെങ്കിൽ എന്തായിരിക്കും? അയണിന്റെ ഇൻടേക്ക് കുറയുന്നു, ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസി അല്ലെ, അല്ലെങ്കിൽ എന്തായിരിക്കും? ബ്ലഡ് ലോസ് ഉണ്ടാകും. സോ അയൺ ഡെഫിഷ്യൻസി അനീമിയ മെയിൻലി നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം, ഇൻടേക്ക് കുറയുന്ന കാരണം, അല്ലെങ്കിൽ ബ്ലഡ് ലോസ്, ഒത്തിരി ആയിട്ട് എക്സസ് ആയിട്ട് ലോസ് ഉണ്ടാകുന്ന കാരണമായിരിക്കും അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുന്നത്. നമ്മുടെ ടോട്ടൽ 90 to 95% ഓഫ് ഓൾ ദ ടോട്ടൽ അനീമിയ നോക്കുവാണെങ്കിൽ അതിനകത്ത് 90 to 95% അയൺ ഡെഫിഷ്യൻസി അനീമിയ കാരണമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ അയൺ വന്നിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡിയിൽ കാണുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫോം ട്രാൻസ്ഫെറിറ്റിൻ ആയിരിക്കും, വൈൽ സ്റ്റോർ ചെയ്യുന്നത് ഫോം ഫെറിറ്റിൻ ആയിരിക്കും. ഫെറിറ്റിൻ ഇസ് ദ സ്റ്റോർഡ് ഫോം, വൈൽ ട്രാൻസ്ഫെറിറ്റിൻ ഇസ് ദ ട്രാൻസ്പോർട്ടിംഗ് ഫോം. അത് വന്നിട്ട് ട്രാൻസ്ഫെറിറ്റിൻ ആയിട്ടായിരിക്കും ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റോറേജ് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് നോക്കണം? അയൺ സെറം ഫെറിറ്റിൻ നോക്കിയാൽ നമുക്ക് അയൺ എത്രത്തോളം നമ്മുടെ ബോഡിയിൽ സ്റ്റോറേജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഒരു നോർമൽ ബ്ലഡ് ലോസ്, നമ്മുടെ ഒരു നോർമൽ മെൻസ്ട്രൽ സമയത്തേക്ക് നമുക്ക് എത്ര ഗ്രാം ഓഫ് അയൺ ആയിരിക്കും ലോസ് ആകാൻ നോക്കുകയാണെങ്കിൽ 30 മില്ലിഗ്രാം അയൺ ആയിരിക്കും ഒരു നോർമൽ മെൻസ്ട്രേഷൻ. അത് 30 മില്ലിഗ്രാം അയൺ നമുക്ക് ലോസ് ആകും. വൈൽ ഒരു പ്രഗ്നൻസിക്ക് അത് നോക്കുവാണെങ്കിൽ 750 മില്ലിഗ്രാം ആയിരിക്കും പ്രഗ്നൻസി ലാക്ടേഷൻ ഒക്കെ കൂട്ടിയിട്ട് ലോസ് ആകുന്നത്. മെൻസസിനകത്താണെങ്കിൽ 30 മില്ലിഗ്രാം ആയിരിക്കും ഒരു മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് ലോസ് ആവുന്ന അയൺ. വൈൽ ഒരു പ്രഗ്നൻസി ഫുൾ സർക്കിൾ നമ്മൾ ലാക്ടേഷൻ ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ 750 മില്ലിഗ്രാം ആയിരിക്കും നമുക്ക് ലോസ് ആകുന്നത് ബോഡിയിൽ നിന്ന്. ദെൻ നമുക്ക് സിംറ്റംസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. സെപ്പറേറ്റ് ആയിട്ടുള്ള സിംറ്റംസ് മാത്രം നമുക്ക് അത് പറയാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് അനീമിക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ലാസിറ്റ്യൂഡ്, ഫറ്റീഗ്, ബ്രെത്ത്ലെസ്നെസ്, പാൽപിറ്റേഷൻ, ത്രോംബിംഗ് ഇൻ ഹെഡ് ആൻഡ് ഇയേഴ്സ്, ഡിസ്നസ്. നമുക്കറിയാലോ ഒരു നോർമലി നമുക്കൊരു അനീമിയ പേഷ്യന്റ് ആണെങ്കിൽ ഫസ്റ്റ് പറയുന്നതായിരിക്കും ക്ഷീണം ഉണ്ടായിരിക്കും, എക്സേഷനിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ പാൽപിറ്റേഷൻ ഉണ്ടാവുന്നു, തലവേദന, തലകറക്കം, ഹെഡ് ഏക്ക്, ഡിംനെസ് ഓഫ് വിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നോർമലി എല്ലാ അനീമിക് പേഷ്യൻസിനും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ സിംറ്റംസ് സൈൻസ് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? പാലർ കാണും. പാലർ എവിടെ നോക്കും? നമുക്ക് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെമ്പറിൽ പാലർ ഉണ്ടായിരിക്കും. പിന്നെ പാൽപിറ്റേഷൻ, നമുക്ക് ടക്കിക്കാർഡിയ നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെയായിരിക്കും നമുക്ക് സൈൻ ആയിട്ട് കിട്ടുക. ദെൻ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് അനീമിയ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ പറഞ്ഞു. സോ അയൺ ഡെഫിഷ്യൻസി അനീമിയ പറഞ്ഞു. 90 to 95% ഓഫ് ടോട്ടൽ അനീമിയ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിരിക്കും. മെയിൻലി രണ്ട് കാരണങ്ങളും ഉണ്ടാകും. ഒന്നുകിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകും, അല്ലെങ്കിൽ ബ്ലഡ് ലോസ് കാരണം ഉണ്ടാകാം. ബ്ലഡ് ലോസ് പറഞ്ഞപ്പോൾ നോർമലി ഒരു മെൻസ്ട്രൽ പീരീഡിൽ 30 മില്ലിഗ്രാം ഓഫ് അയൺ ലോസ് ആകുന്നു. വൈൽ ഒരു പ്രഗ്നൻസി ഇൻക്ലൂഡിംഗ് ദ ലാക്ടേഷൻ 750 മില്ലിഗ്രാം ഓഫ് അയൺ ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി അയൺ അബ്സോർപ്ഷൻ വന്നിട്ട് എവിടെയായിരിക്കും മെയിൻലി കൺട്രോൾ ചെയ്യുന്നത്? എവിടെയായിരിക്കും? നമ്മുടെ ഇന്റെസ്റ്റിനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിലായിരിക്കും അയൺ അബ്സോർപ്ഷൻ വന്നിട്ട് നടക്കുന്നത്. സോ ഇതാണ് മെയിൻലി നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയെ പറ്റിയിട്ട് പറയാനുള്ളത്. ദെൻ സെക്കൻഡ് ഈസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ സൈസ്, അതിന്റെ പേര് നമുക്ക് എന്ത് പറയാൻ പറ്റും? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സോ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? വൈറ്റമിൻ B12ന്റെയും ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസി കാരണമായിരിക്കും മെയിൻലി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്. ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12 ആൻഡ് ഫോളേറ്റ്. ഫോളേറ്റ് എവിടെയായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്? സ്മോൾ ഇൻഡസ്ട്രിനകത്തും. B12 നോക്കുവാണെങ്കിൽ ഡിസ്റ്റൽ ഇലിയത്തിനായിരിക്കും അബ്സോർപ്ഷൻ ഓഫ് ദ വൈറ്റമിൻ B12 നടക്കുക. അതിനാര് വേണം? ഇൻട്രൻസിക് ഫാക്ടറിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഈ ഇൻട്രൻസിക് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനീമിയ ആയിരിക്കും പെർനീഷ്യസ് അനീമിയ. സോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതായിരിക്കും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഫോളേറ്റിന്റെ അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ നടക്കുന്ന സ്മോൾ ഇൻഡസ്ട്രിൻ നമുക്ക് പറയാം. വൈൽ വൈറ്റമിൻ B12 ആണെങ്കിൽ പർട്ടിക്കുലർലി ഇൻ ദ ഡിസ്റ്റൽ ഇലിയം, അതിന് ആരുടെ പ്രസൻസ് വേണം? അവിടെ നമുക്ക് ഇൻട്രൻസിക് ഫാക്ടറിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഇഫ് ദാറ്റ് ഡെഫിഷ്യൻസി ഓഫ് ഇൻട്രൻസിക് ഫാക്ടർ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? പെർനീഷ്യസ് അനീമിയ. ഇൻട്രൻസിക് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ നടക്കത്തില്ല. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഉണ്ടാകുന്ന അനീമിയ നമ്മൾ പറയുന്നതായിരിക്കും പെർനീഷ്യസ് അനീമിയ. സോ ഇവിടെ എന്തായിരിക്കും? മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? നമ്മൾ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും? അത് വന്നിട്ട് മാക്രോസൈറ്റിക് നോമോക്രോമിക് ആയിരിക്കും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. മാക്രോസൈറ്റിക്, ദാറ്റ് മീൻസ് നമ്മുടെ MCV വാല്യൂ വന്നിട്ട് ഇൻക്രീസ് ആയിരിക്കും. MCV എന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റ്സ് നോക്കുന്നത്. MCV വന്നിട്ട് ഇൻക്രീസ് ആയിരിക്കും മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ. വൈൽ MCHC വന്നിട്ട് നോർമൽ ആയിരിക്കും. MCHC ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ വന്നിട്ട് നോർമൽ ആയിരിക്കും. വൈൽ മൈനസ് സൈസ് വന്നിട്ട് കൂടുതലായിരിക്കും. സോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ നോക്കുവാണെങ്കിൽ നമ്മുടെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ത് വരും?
മാക്രോസൈറ്റിക് നോമോക്രോമിക് അനീമിയ ആയിരിക്കും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എന്തുകൊണ്ടുണ്ടാകുന്നു? വൈറ്റമിൻ B12 ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നു. ഇനി വൈറ്റമിൻ B12 ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ സ്റ്റോറേജ് കുറവായത് കാരണം ഒരു അക്യൂട്ട് ആയിട്ട് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി അനീമിക് സിംറ്റംസ് വരും ഫോളേറ്റിനകത്ത്. B12 വന്നിട്ട് നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടായിരിക്കും. സോ ഒരു ക്രോണിക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരത്തുള്ളൂ. അക്യൂട്ട് ആയിട്ട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഫോളേറ്റിന്റെ അക്യൂട്ട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അനീമിയ ഡെവലപ്പ് ആകാം. വൈൽ വൈറ്റമിൻ B12 വന്നിട്ട് ക്രോണിക് ആയിട്ട് ഒരു ഡെഫിഷ്യൻസി സ്റ്റേറ്റിലോട്ട് പോയാൽ മാത്രമേ വൈറ്റമിൻ B12 കാരണം നമുക്ക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഡെഫിഷ്യൻസി കാരണം നമുക്ക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വരത്തുള്ളൂ. ഓക്കെ, ഇനി മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലാർജ് ബീഫി ടങ്, ഡാർക്ക് പിഗ്മെന്റേഷൻ ഓവർ പാംസ് ആൻഡ് സോൾസ് ഉണ്ടായിരിക്കും, ഹെപ്പറ്റോമെഗാലി, അതേപോലെ മെന്റൽ ആൻഡ് ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടായിരിക്കും, ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. പിന്നെ നമ്മൾ ഇത് വാല്യൂ പറഞ്ഞു, MCV കൂടുതലായിരിക്കും, MCHC നോർമൽ ആയിരിക്കും. നമ്മൾ നേരത്തെ ഹവൽ ജോളി ബോഡീസ് പറഞ്ഞായിരുന്നു ഏത് അനീമിയലായിരിക്കും കാണുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയൽ. ഹവൽ ജോളി ബോഡീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ന്യൂക്ലിയസിന്റെ റെമിനൻസ് വന്നിട്ട് പ്രസന്റ് ആയിരിക്കുന്നതായിരിക്കും നമ്മൾ ഹവൽ ജോളി ബോഡീസ് എന്ന് പറയുന്നത്. അത് വന്നിട്ട് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ പ്രസന്റ് ആയിരിക്കും. സോ മെഗാലോബ്ലാസ്റ്റിക് ആദ്യം അയൺ ഡെഫിഷ്യൻസി അനീമിയ പറഞ്ഞു. 90 to 95% ഓഫ് അനീമിയ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിരിക്കും. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഒന്നുകിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം, അല്ലെങ്കിൽ ബ്ലഡ് ലോസ് കാരണം ഉണ്ടാകാം. നോർമലി ഒരു മെൻസ്ട്രേഷൻ പീരീഡിൽ 30 milligram ബ്ലഡ് ലോസ് ആകുമ്പോഴത്തേക്ക് ഒരു പ്രഗ്നൻസി ലാക്ടേഷൻ അത് 750 milligram ബ്ലഡ് ആയിരിക്കും ലോസ് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അയൺ സപ്ലിമെന്റ് ഡ്യൂറിങ് പ്രഗ്നൻസി കൊടുക്കുന്നത്. ദെൻ നമ്മള് വേറെ നമുക്ക് സിംറ്റംസ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ അയൺ ഞാൻ പറഞ്ഞു നേരത്തെ ട്രാൻസ്ഫെറിറ്റിൻ ആൻഡ് ഫെറിറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ. സോ സെറം ഫെറിറ്റിൻ ലെവൽ നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് ടോട്ടൽ നമ്മുടെ ബോഡിയിലുള്ള അയൺ സ്റ്റോറേജിനെ പറ്റിയിട്ട്. ദെൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി ബിക്കോസ് ഓഫ് വൈറ്റമിൻ B12 ആൻഡ് ഫോളേറ്റ് ഡെഫിഷ്യൻസി ആയിരിക്കും. ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഡെഫിഷ്യൻസി കാരണമാണെങ്കിൽ എന്തുണ്ടാകുന്നത്? ഫോളേറ്റിന്റെ അക്യൂട്ട് ഡെഫിഷ്യൻസി കാരണം നമുക്ക് അനീമിയ വരാം. പക്ഷെ വൈറ്റമിൻ B12 വന്നിട്ട് നമ്മുടെ ബോഡിയിൽ തന്നെ സ്റ്റോറേജ് ഉണ്ടാകുന്ന കാരണം ഒരു അക്യൂട്ട് ആയിട്ട് ഒരു ഡെഫിഷ്യൻസി വന്നതെന്ന് വെച്ച് ഒരു അനീമിയയിലേക്ക് പോകില്ല. ഒരു ക്രോണിക് ആയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം വൈറ്റമിൻ B12 ഇൻടേക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനീമിയ റിസൾട്ട് ആകത്തുള്ളൂ. വൈറ്റമിൻ B12 എവിടെയായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്? ഡിസ്റ്റൽ ഇലിയത്തിലായിരിക്കും. അതിന് നമുക്ക് ഇന്റൻസീവ് ഫാക്ടർ വേണം. ഇന്റൻസീവ് ഫാക്ടറിന്റെ പ്രസൻസ് ഇല്ലാതെ ബിക്കോസ് ഓഫ് ദിസ് ഇന്റൻസീവ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് അനീമിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. സോ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിനകത്ത് ലാർജ് ബീഫി ടങ് ഉണ്ടായിരിക്കും, പാംസിലും സോൾസിലും ഡാർക്ക് പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കും, ഹെപ്പറ്റോസ്പിനോമെഗാലി ഉണ്ടായിരിക്കും, മെന്റൽ ചേഞ്ചസ് ആൻഡ് ന്യൂറോളജിക്കൽ സയൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ MCV വന്ന് ഇൻക്രീസ്ഡ് ആയിരിക്കും, MCHC നോർമൽ ആയിരിക്കും. സോ നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ കാര്യം പറഞ്ഞു. ദെൻ പെർനീഷ്യസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയക്ക് ഉണ്ടാകുന്നത് ഡാർക്ക് പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കും, ലാർജ് ബീഫി ടങ് ആയിരിക്കും. വൈൽ പെർനീഷ്യസ് അനീമിയ ഞാൻ പറഞ്ഞു എന്തായിരിക്കും? നമ്മുടെ ഇൻട്രൻസീവ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതായിരിക്കും പെർനീഷ്യസ് അനീമിയ. അവിടെ ഒന്ന് നോക്കുവാണെങ്കിൽ ടങ് വന്നിട്ട് അട്രോഫിഡ് ആയിരിക്കും പെർനീഷ്യസ് അനീമിയയില്. നമ്മള് ഈ പെർനീഷ്യസ് അനീമിയനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആയിരിക്കും ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല്. ടു റൂൾ ഔട്ട് ദ പെർനീഷ്യസ് അനീമിയ ആയിരിക്കും ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ മാർക്ക്ഡ് റേഡിയോ ആക്റ്റീവ് വൈറ്റമിൻ B12 കൊടുക്കും. മാർക്ക്ഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വൈറ്റമിൻ B12 കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പൻ? ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനീഷ്യലി ഓറലി വന്നിട്ട് മാർക്ക്ഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വൈറ്റമിൻ B12 കൊടുത്തിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഹാഫ് അവർ 1 hour കഴിയുമ്പോഴത്തേക്ക് ഇൻട്രാ മസ്കുലർലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും വൈറ്റമിൻ B12 തന്നെ. കാര്യം നമ്മുടെ യൂഷ്വലി ഇപ്പൊ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഇന്റൻസീവ് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലിയത്തിൽ വെച്ചിട്ട് വൈറ്റമിൻ B12 അബ്സോർബ് ആകും. അബ്സോർബ് ആയിട്ട് അത് എവിടെ പോയി നമ്മുടെ സ്റ്റോറേജിലോട്ട് പോയത് ഡെഫിഷ്യൻ സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ പോയി നമുക്ക് സ്റ്റോറേജ് ആവും. സോ ആ സ്റ്റോറേജ് ആകാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇൻട്രാ മസ്കുലർലി വൈറ്റമിൻ B12 അബ്സോർബ് കൊടുക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ? സ്റ്റോറേജ് അവിടെ നമ്മൾ ഇൻട്രാ മസ്കുലർലി കൊടുത്ത വൈറ്റമിൻ B12 സ്റ്റോറേജിൽ പോയി അവിടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ അബ്സോർവ് ചെയ്ത് വരുന്ന വൈറ്റമിൻ B12 എന്ത് വരും? അത് വന്ന് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആയി പോകും. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷില്ലിംഗ് ടെസ്റ്റിനകത്ത് വിൽ ഗീവ് ആദ്യം വന്നിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ B12 മാർക്ക്ഡ് റേഡിയോ ആക്റ്റീവ് വൈറ്റമിൻ B12 ഓറലി കൊടുത്ത് അതിന്റെ പിറകെ IM-ലും കൊടുക്കും വൈറ്റമിൻ B12. ദെൻ നമ്മൾ അവരുടെ യൂറിൻ ആഫ്റ്റർ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം യൂറിനിൽ വന്നിട്ട് ഈ മാർക്ക്ഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വൈറ്റമിൻ B12 ലെവൽ നോക്കും. കാര്യം ഇഫ്
അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് വൈറ്റമിൻ B12 യൂറിനിൽ വന്നിട്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. അത് വന്നിട്ട് അതിനെ നമ്മുടെ പെർനീഷ്യസ് അനീമിയ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷില്ലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇഫ് ദാറ്റ് റേഡിയോ ആക്റ്റീവ് വൈറ്റമിൻ B12 യൂറിനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ പെർനീഷ്യസ് അനീമിയ. ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ. അപ്പൊ അതെന്തായിരിക്കും? പെർനീഷ്യസ് അനീമിയ ആയിരിക്കും. സോ അങ്ങനെ നമ്മൾക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആയിരിക്കും ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ മെംബ്രെയിൻ ഡിഫക്ട്സ് കാരണമുള്ള അനീമിയ. മെംബ്രെയിൻ ഡിഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ RBCയുടെ മെംബ്രെയിനുള്ള ഡിഫക്ട്സ് കാരണമുള്ള അനീമിയ ഏതൊക്കെയായിരിക്കും? ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ്, ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റ്സ്, അതേപോലെ തന്നെ എക്കാന്തോസൈറ്റ്സ്. സോ RBCയുടെ മെംബ്രെയിൻ ഡിഫക്ട് കാരണമുള്ള അനീമിയസ് ഏതൊക്കെയായിരിക്കും? മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണം മെയിൻലി മൂന്നെണ്ണമായിരിക്കും. ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ്, ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റ്സ് ആൻഡ് എക്കാന്തോസൈറ്റ്സ്. ഇത് മൂന്നുമായിരിക്കും നമ്മുടെ അനീമിയ എന്താണ് മെംബ്രെയിൻ ഡിഫക്റ്റ്, RBC മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണമായിട്ട് ഉണ്ടാകുന്ന 3 ടൈപ്പ് ഓഫ് അനീമിയ ഏതൊക്കെയായിരിക്കും? ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ്, ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റ്സ് ആൻഡ് എക്കാന്തോസൈറ്റ്സ്. സോ സ്പീറോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്പീറോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് വന്നിട്ട് ഒരു സ്പെറിക്കൽ ഷേപ്പ് ഇരിക്കുന്ന RBC ആയിരിക്കും സ്പീറോസൈറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. അത് വന്നിട്ട് എന്ത് പറ്റും? അതിന്റെ നോർമൽ ബൈകോൺകേവ് ഷേപ്പ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നബിലിറ്റി ടു മെയിൻറ്റെയിൻ ദ നോർമൽ ബൈകോൺകേവ് ഷേപ്പ്, അതൊരു സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും. അതിനായിരിക്കും നമ്മൾ സ്പീറോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാല് ഈ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള RBC പെട്ടെന്ന് തന്നെ സ്പ്ലീനിൽ വന്നിട്ട് ഡിസപ്പിയർ ആകും. സ്പ്ലീനിൽ വന്നിട്ട് ഡിസ്ട്രോ ആയിട്ടുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ മെംബ്രെയിൻ ഡിഫക്റ്റിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ് ആയിരിക്കും. ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡോമിനന്റ് ഡിസോർഡർ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്? ഒരു നമ്മുടെ മെംബ്രെയിൻ RBCയുടെ മെംബ്രെയിനകത്തുള്ള പ്രോട്ടീൻ ലൈക്ക് സ്പെക്ട്രിൻ, ആങ്കറിൻ, സാലിൻ പോലുള്ള പ്രോട്ടീനകത്തുള്ള പ്രശ്നം കാരണമായിരിക്കും ഈ സ്പീറോസൈറ്റ്സ് ഫോം ചെയ്യുന്നത്. സ്പീറോസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? RBC വന്നിട്ട് ഒരു സ്പെറിക്കൽ നോർമലി ഉള്ള ബൈകോൺകേവ് ഷേപ്പിന് പകരം ആ ബൈകോൺകേവ് ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള RBC ആയിരിക്കും ഈ ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സിനകത്ത് കാണുന്നത്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡോമിനന്റ് ഇതായിരിക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഡോമിനന്റ് ആയിരിക്കും ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ് എന്ന് പറഞ്ഞാല്. നമ്മുടെ RBCയുടെ മെംബ്രെയിൻ വാളിലുള്ള പ്രോട്ടീൻ ലൈക്ക് ആങ്കറിൻ, സ്പെക്ട്രിൻ, പാലിഡിൻ അതിന്റെയൊക്കെ ഡെഫിഷ്യൻസി അബ്നോർമാലിറ്റീസ് ആയിരിക്കും. അബ്നോർമാലിറ്റീസ് ടു ദീസ് മെംബ്രെയിൻ പ്രോട്ടീൻ ലൈക്ക് ആങ്കറിൻ, സ്പെക്ട്രിൻ, അതുപോലുള്ള സ്പെക്ട്രിൻ മെംബ്രെയിൻ പ്രോട്ടീനുള്ള അബ്നോർമാലിറ്റീസ് കൊണ്ടായിരിക്കും ആ ബൈകോൺകേവ് ഷേപ്പിന് പകരം ഈ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ അറ്റൈൻ ചെയ്യുന്നത്. അതിനായിരിക്കും നമ്മൾ സ്പീറോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്പീറോസൈറ്റ്സിന് എന്ത് പറ്റും? നോർമൽ ആയിട്ടുള്ള ഷേപ്പ് അല്ലാത്തത് കാരണം ഇറ്റ് വിൽ ഗെറ്റ് ഡിസ്ട്രോയ്ഡ് ഇൻ ദ സ്പ്ലീനിൽ വന്നിട്ട് ഈസി ആയിട്ട് ഡിസ്ട്രോയ്ഡ് ആകും. ആൻഡ് അത് കാരണം എന്ത് പറ്റും? RBC ഡിസ്ട്രോയ് അല്ലെങ്കിൽ RBC ഡിസ്ട്രക്ഷൻ അധികമായിട്ട് നടക്കുമ്പോഴത്തേക്ക് വാട്ട് വിൽ ഹാപ്പൻ? എറിത്രോപോയ്സസ് വീണ്ടും വന്നിട്ട് അധികമാകും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അനീമിയ വിൽ ഡെവലപ്പ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എറിത്രോപോയ്സസ് വന്നിട്ട് ഇൻക്രീസ് ആകുന്നു. ബോൺ മാരോയിൽ വന്നിട്ട് നോക്കുവാണെങ്കിൽ ബോൺ മാരോയിലൂടെ എറിത്രോഡ് ഹൈപ്പോപ്ലേഷ്യ കാണാൻ പറ്റും. ബോൺ മാരോയിൽ എന്ത് പറ്റും? എറിത്രോഡ് ഹൈപ്പർപ്ലേഷ്യ വിൽ ഹാപ്പൻ ഇൻ ദ ബോൺ മാരോ. കാര്യം അധികമായിട്ട് സിന്തസിസ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം അധികമായിട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ബോൺ മാരോ സിന്തസിസ് ഇൻക്രീസ് ആകുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻക്രീസ് ഇൻ ബോൺ RBC എറിത്രോപോയ്സസ് എന്ത് പറ്റും? ബോൺ മാരോയിൽ എറിത്രോഡ് ഹൈപ്പർപ്ലേഷ്യ കാണാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ സിംറ്റംസ് എന്തായിരിക്കും? മൈൽഡ് അനീമിയ വിത്ത് റിക്കറന്റ് ജോണ്ടിസ് ആയിരിക്കും. ഇതിന്റെ ഒരു ട്രയാഡ് പോലെ നമുക്ക് പറയാവുന്ന കാര്യമായിരിക്കും ഇന്റർമിറ്റന്റ് ജോണ്ടിസ്, സ്പ്ലീനോമെഗാലി ആൻഡ് നമ്മുടെ ഈ സ്പീറോസൈറ്റ്സ് നമ്മുടെ സ്പെറിക്കൽ നമ്മുടെ പെരിഫറൽ സ്പിയറിനകത്ത് ഈ സ്പീറോസൈറ്റ്സും കാണാൻ പറ്റും. ഇതിന്റെ ഒരു ട്രയാഡ് പോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജോണ്ടിസ് ഉണ്ടായിരിക്കും, ഇന്റർമിറ്റന്റ് ജോണ്ടിസ്, സ്പ്ലീനോമെഗാലി പ്ലസ് സ്പീറോസൈറ്റ്സ് കാണും നമ്മുടെ ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സിന്റെ ഒരു ട്രയാഡ് പോലെ നമുക്ക് പറയാനായിരിക്കും ഇന്റർമിറ്റന്റ് ജോണ്ടിസ്, സ്പ്ലീനോമെഗാലി ആൻഡ് ഈ സ്പെറിക്കൽ അല്ലെങ്കിൽ ഈ സ്പീറോസൈറ്റ്സ് കാണും നമ്മുടെ പെരിഫറൽ ബ്ലഡ് സ്പിയറിനകത്ത്. സോ ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ് ഒരു മെംബ്രെയിൻ ഡിഫക്റ്റ് ആയിരിക്കും. മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് മെംബ്രെയിൻ ഡിഫക്റ്റ് ആയിരിക്കും ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ് എന്ന് പറഞ്ഞാല്. ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആയിരിക്കും. അബ്നോർമാലിറ്റീസ് എവിടെയായിരിക്കും? നമ്മുടെ RBCയുടെ മെംബ്രെയിൻ പ്രോട്ടീനകത്തുള്ള അബ്നോർമാലിറ്റീസ് കൊണ്ടായിരിക്കും ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ് ഉണ്ടാകുന്നത്. RBC പ്രോട്ടീൻസ് ഏതൊക്കെ? സ്പെക്ട്രിൻ, ആങ്കറിൻ, പാലിഡിൻ അതുപോലുള്ള നമ്മുടെ RBC മെംബ്രെയിന്റെ പ്രോട്ടീനകത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണമായിരിക്കും
ആ ഡിഫക്റ്റ് കാരണം വാട്ട് വിൽ ഹാപ്പൻ, നോർമലി ബൈകോൺകേവ് ഷേപ്പിലുള്ള ആ നോർമൽ ബൈകോൺകേവ് ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല ആർ ബി സിക്ക്, അത് സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ആർ ബി സിനെ സ്പീറോസൈറ്റ്സ് എന്ന് പറയുന്നത്. ആ ആർ ബി സി നോർമൽ ബൈകോൺകേവ് ആയിട്ടുള്ള ഷേപ്പ് അല്ല, പകരം സ്പെറിക്കൽ ഷേപ്പ് ഇരിക്കുന്ന ആർ ബി സി അത് ഈസി ആയിട്ട് സ്പ്ലീനിൽ വന്നിട്ട് ഡിസ്ട്രോയിഡ് ആകും. അത് കാരണം എന്ത് പറ്റും, എറിത്രോപോയ്സിസ് ഇൻക്രീസ് ആകുന്നു. ആ എക്സസീവ് ആയിട്ട് എറിത്രോപോയ്സിസ് ഉണ്ടാകുന്ന കാരണം ബോൺ മാരോയിൽ വന്നിട്ട് എറിത്രോയിഡ് ഹൈപ്പർപ്ലേഷ്യ കാണാൻ പറ്റും നമുക്ക്. മൈൽഡ് അനീമിയം റിക്കറന്റ് ജോണ്ടിസ് ആയിരിക്കും അധികം ഉണ്ടാകുന്നത്. അതിന്റെ ഒരു ട്രയാഡ് പോലെ നമുക്ക് പറയാനായിരിക്കും ഇന്റർമിറ്റന്റ് ജോണ്ടിസ്, സ്പ്ലീനോമെഗാലി ആൻഡ് പെരിഫറൽ ബ്ലഡ് സ്മിയർ നോക്കുകയാണെങ്കിൽ ആ സ്പീറോസൈറ്റ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഇനി ഇതേപോലെ തന്നെ മെമ്പറൈൻ ഡിഫക്റ്റിലുള്ള അടുത്ത അസുഖമായിരിക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസ്. ഇതും സെയിം സ്പീറോസൈറ്റ്സ് പോലെ തന്നെ ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആയിരിക്കും ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസ്. ഇവിടെ എന്തായിരിക്കും ഷേപ്പ്, എല്ലാ ആർ ബി സിയും ഓൾമോസ്റ്റ് ഓൾ ദ ആർ ബി സിസ് വന്നിട്ട് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും ഇവിടെ അക്വയർ ചെയ്യുന്നത്. മറ്റേ സ്പീറോസൈറ്റ്സിനകത്ത് സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റ്സിനകത്ത് എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും അക്വയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് സെയിം തന്നെ ആയിരിക്കും. നമ്മുടെ സെൽ ആ മെംബ്രെയിൻ പ്രോട്ടീന്റെ ഡിഫക്റ്റ് കാരണമായിരിക്കും ഇറ്റ് അക്വയർഡ് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്ന കാരണം ഉണ്ടാകുന്നതായിരിക്കും ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വന്നിട്ട് മൈൽഡ് ടു മോഡറേറ്റ് ഹീമോലൈസിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. മിക്കവാറും 90% നോക്കുവാണെങ്കിൽ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകും. സിംറ്റംസ് വന്നിട്ട് അധികം അറിയാതെയും ഒരു മൈൽഡ് ലെവലിലേക്ക് മാത്രമേ ഒരു ഹീമോലൈസിസ് സംഭവിക്കുകയുള്ളൂ ഇൻ കേസ് ഓഫ് ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസിനകത്ത്. ദെൻ അക്കാന്തോസൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആർ ബി സിയിൽ വന്നിട്ട് അബ്നോർമൽ പ്രൊജക്ഷൻസ്, ആർ ബി സിയുടെ സർഫസിൽ വന്നിട്ട് അബ്നോർമൽ പ്രൊജക്ഷൻസ് കാണുന്നതിനായിരിക്കും നമ്മൾ അക്കാന്തോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ മെംബ്രെയിൻ ആർ ബി സിയുടെ സെൽ മെംബ്രെയിൻ ഡിഫക്ട്സിനകത്തുള്ള 3 അനീമിയ ആയിരിക്കും ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ്, ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റ്സ് ആൻഡ് അക്കാന്തോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സ്പീറോസൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടും എന്തായിരിക്കും, സെൽ മെംബ്രെയിൻ പ്രോട്ടീന്റെ പ്രശ്നം കാരണം ഉണ്ടാകുന്നതായിരിക്കും സ്പീറോസൈറ്റ്സും എലിപ്റ്റോസൈറ്റ്സും. ഇവിടെ സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നു ആർ ബി സി, ഇവിടെ വന്നിട്ട് എലിപ്റ്റിക്കൽ ഷേപ്പിൽ അറ്റൈൻ ചെയ്യുന്നു. ഇവിടെ ആയിരിക്കും ഹീമോലൈസിസ് കൂടുതലായിരിക്കും സ്പീറോസൈറ്റോസിസിനകത്ത്. വൈൽ എലിപ്റ്റോസൈറ്റോസിസ് ആണെങ്കിൽ ഹീമോലൈസിസ് മൈൽഡ് ടു മോഡറേറ്റ് ഉണ്ടാവുള്ളൂ. 90% ഓഫ് കേസും വന്നിട്ട് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്നതായിരിക്കും ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിനകത്ത്. വൈൽ അക്കാന്തോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആർ ബി സിയുടെ സർഫസിനകത്ത് ഒരു അബ്നോർമൽ പ്രൊജക്ഷൻസ്, ആർ ബി സി സർഫസ് ബൈക്കോണിക് ആയിട്ടുള്ള സർഫസിന്റെ പുറമേക്ക് ഒരു അബ്നോർമൽ പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അക്കാന്തോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്ര ആയിരിക്കും മെംബ്രെയിൻ ഡിഫക്ട്സ് കാരണം ഉണ്ടാവുന്ന അനീമിയാസ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി എൻസൈമോപതീസ് കാരണം, ഇപ്പൊ മെംബ്രെയിൻ ഡിഫക്റ്റ് കഴിഞ്ഞിട്ട് ആർ ബി സി എൻസൈമിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയുന്നതായിരിക്കും ഏത് എൻസൈം ആയിരിക്കും, G6PD അല്ലെ. G6PD ഡെഫിഷ്യൻസി നമ്മൾ നിയോനേറ്റൽ ഹൈപ്പർ ബിലിറൂമിനിയ പഠിക്കുമ്പോൾ പതോളജിക്കൽ നിയോനേറ്റൽ ഹൈപ്പർ ബിലിറൂമിനിയ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ജോണ്ടിസിന്റെ ഒരു പതോളജിക്കൽ ജോണ്ടിസിന്റെ ഒരു ഇമ്പോർട്ടന്റ് കോസ് ആയിട്ട് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും ഈ G6PD ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന്. G6PD എന്ന് പറഞ്ഞാൽ അവരുടെ ആ സർഫെക്സ് അതിന്റെ ഷേപ്പ് നിലനിർത്താൻ അല്ലെങ്കിൽ ആ അതിന്റെ മെംബ്രെയിന്റെ ആ ഒരു സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കും G6PD അല്ലെങ്കിൽ ഗ്ലൂക്കോസിസ് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ കമ്പോണന്റ്. അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ നടക്കും, അതിന് അത് കാരണം അനീമിയ ഉണ്ടാകാം. ഇതിന്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ ഇതൊരു എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആയിരിക്കും. എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി ആരുടെ ഉണ്ടാകുന്നത്, മെയിൽസിലായിരിക്കും ഉണ്ടാകുന്നത്. അബ്നോർമാലിറ്റി ഇൻ ദ ലോങ് ആം ആയിരിക്കും. abnormality in the long arm of the X chromosome. X chromosomeന്റെ ലോങ് ആമിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി കാരണമായിരിക്കും G6PD ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ വന്നിട്ട് മെയിൻലി 3 ടൈപ്പ് ആയിരിക്കും ഇന്ത്യയിൽ വന്നിട്ട് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് കേരള ടൈപ്പ്, വെസ്റ്റ് ബംഗാൾ ടൈപ്പ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ടൈപ്പ് ആയിരിക്കും ഇന്ത്യയിൽ മെയിൻലി പ്രസന്റ് ആയിട്ടുള്ളത്. 3 ടൈപ്പ് ഓഫ് G6PD ഡെഫിഷ്യൻസി ആണ്. ഒന്ന് കേരള ടൈപ്പ്, വെസ്റ്റ് ബംഗാൾ ടൈപ്പ് ആൻഡ് ജമ്മു കാശ്മീർ ടൈപ്പ് ആയിരിക്കും. ഇത് നോക്കുവാണെങ്കിൽ ഇപ്പം നിയോനേറ്റിൽ വന്നിട്ട് ഹൈപ്പർ ബിലിറൂമിനിയ ഉണ്ടാക്കാം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ഇത് സിംറ്റംസ് ഒന്നും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒന്നും ഡെവലപ്പ് ചെയ്യത്തില്ല. ഏതെങ്കിലും സർട്ടൻ ഡ്രഗ്സ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്തോ മാത്രമേ G6PD ഡെഫിഷ്യൻസിയിലുള്ള പേഷ്യന്റിൽ സിംറ്റംസ് അപ്പിയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ നോർമൽ ആയിരിക്കും, അവർക്ക് അനീമിയ ഉണ്ടാവില്ല, അവർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇൻ കേസ് ഓഫ് G6PD ഡെഫിഷ്യൻസി അവർക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്തായിരിക്കും, ഡാർക്ക് യൂറിൻ, ജോണ്ടിസ് ഉണ്ടാകാം. അവരുടെ ആർ ബി സിനകത്ത് ഒരു ഹെയിൻസ് ബോഡീസ് അപ്പിയറൻസ് ഉണ്ടാക്കും. ഹെയിൻസ് ബോഡീസ് ഇൻ ആർ ബി സി ഇതായിരിക്കും G6PD ഡെഫിഷ്യൻസിക്കകത്ത് വരുന്നത്. G6PD ഡെഫിഷ്യൻസി നിയോനേറ്റിൽ വന്നിട്ട് നിയോനേറ്റൽ പതോളജിക്കൽ ഹൈപ്പർ ബിലിറൂമിനിയ ഉണ്ടാക്കാം. പക്ഷെ അല്ലാത്തവരിൽ വന്നിട്ട് കോമൺലി സിംറ്റംസ് ഒന്നും ഉണ്ടാക്കത്തില്ല. ഏതെങ്കിലും ഡ്രഗ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്തോ മാത്രമേ ഇവരിൽ
സിംറ്റംസ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. സിംറ്റംസ് എന്തൊക്കെയായിരിക്കും അധികം ഉണ്ടാകുന്നത്? യൂറിൻ, ഡാർക്ക് കളർ യൂറിൻ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ജോണ്ടിസ് ഡെവലപ്പ് ചെയ്യാർക്ക്. സോ ഇതായിരിക്കും എൻസൈമോപതീസിനകത്തുള്ളത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് G6PD, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് ഡെഫിഷ്യൻസി ആയിരിക്കും. ഇതൊരു എക്സ് ലിങ്ക്ഡ് ഡിസീസ് ആയിരിക്കും. ലോങ് ആം ഓഫ് ദ എക്സ് ക്രോമോസോമിലായിരിക്കും അബ്നോർമാലിറ്റി ഉണ്ടായിരിക്കുന്നത്. ഇത് വന്നിട്ട് മെയിൻലി വന്നിട്ട് 3 ടൈപ്പായിട്ട് പറയാം. കേരള, വെസ്റ്റ് ബംഗാൾ, ജമ്മു കാശ്മീർ ടൈപ്പ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നിയോനേറ്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അഡൽട്സിൽ വന്നിട്ട് ഉണ്ടാകുന്ന ഒരു ഡ്രഗ് എക്സ്പോഷർ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴോ മാത്രമായിരിക്കും യൂറിൻ, ഡാർക്ക് യൂറിനും ജോണ്ടിസും ഒക്കെ ആയിരിക്കും മെയിൻലി എന്ന സിംറ്റം ആയിട്ട് പറയുന്നത്. ആൻഡ് പ്രസൻസ് ഓഫ് ഹെയിംസ് ബോഡീസ് ഇൻ ദ RBC എന്തിനകത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? G6PD ഡെഫിഷ്യൻസിക്കകത്തായിരിക്കും പ്രസൻസ് ഓഫ് ഹെയിംസ് ബോഡി ഇൻ ദ RBC ഉണ്ടാകുന്നത്. ഇനി ഹീമോഗ്ലോബിനോപതീസിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് സിക്കിൾ സെൽ ഡിസീസ് ആയിരിക്കും. സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം തന്നെ അതിന്റെ സൈസ് ഒരു സിക്ലിംഗ് ഉണ്ടാകുന്നതായിരിക്കും അല്ലെ. സോ സിക്കിൾ സെൽ ഡിസീസിനകത്ത് എന്താ പറ്റുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ വന്നിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, ബീറ്റ ഹീമോഗ്ലോബിന്റെ ചെയിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ആര് വരുന്നു? വലൈൻ വരുന്നു. അതായിരിക്കും നമ്മളെ ഈ സിക്കിൾ സെൽ ഉണ്ടാക്കാനുള്ള കാരണം. ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് വലൈൻ വരുന്നു. എവിടെ? 6th റെസിഡ്യൂ ഓഫ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിന്റെ 6th റെസിഡ്യൂവില് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലൈൻ വരുന്ന കാരണമായിരിക്കും എന്തുണ്ടാകുന്നത്? നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. സോ ഇതൊരു വൈഡ് സ്പ്രെഡ് ഹീമോഗ്ലോബിനോപ്പതി ആയിരിക്കും സിക്കിൾ സെൽ ഡിസീസ് പറഞ്ഞാല്. നോർമൽ RBCയുടെ ഈ ഹീമോഗ്ലോബിൻ, സിക്കിൾ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആയിരിക്കും നോർമൽ RBCയുടെ ലെസ് ദാൻ 50% ഓഫ് RBCയിൽ ഈ സിക്ലിംഗ് ഉണ്ടായിരിക്കും. ഇനി ഈ സിക്ലിംഗ് ഉണ്ടായ കാരണം നമ്മുടെ ഓക്സിജനേഷൻ ഒക്കെ നോർമൽ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ സിക്ലിംഗ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ വന്ന് ഓക്സിജനേറ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ, സിക്കിൾഡ് ഹീമോഗ്ലോബിൻ ഡീഓക്സിജനേറ്റഡ് ആയിരിക്കും എന്ത് പറ്റുന്ന വെച്ചാല് ഇത് വന്നിട്ട് പോളിമറൈസ് ചെയ്യും. ഓക്കെ, അനോക്സിയ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു ഹൈപ്പോക്സിയ കണ്ടീഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത് പോളിമറൈസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ RBCക്ക് ആ സിക്കിൾ ഷേപ്പ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഹീമോഗ്ലോബിൻ ഈ ഹീമോഗ്ലോബിനിൽ വന്നിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ ബീറ്റ ഹീമോഗ്ലോബിനിൽ ചേഞ്ച് ഉണ്ടായി. ഗ്ലൂട്ടാമിക് ആസിഡ് എന്തായിട്ട് മാറി? വലൈൻ ആയിട്ടായിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് വലൈൻ വന്നു. അതിനെ നമ്മൾ ഹീമോഗ്ലോബിൻ S എന്ന് പറയുന്നു. ആ ഹീമോഗ്ലോബിൻ Sന് എന്നിട്ട് അത് ഓക്സിജനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കുഴപ്പമില്ല, നോർമൽ ഹീമോഗ്ലോബിനെ പോലെ തന്നെ ആക്ട് ചെയ്യും. ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഡീഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പോളിമറൈസ് ചെയ്യും. പോളിമറൈസ് ചെയ്തിട്ട് ഇറ്റ് ഗീവ്സ് എ സിക്കിൾ ഷേപ്പ് ടു ദ RBC. ഇനിയിപ്പോ അത് ഡീഓക്സിജനേറ്റഡ് ആയി, സിക്കിൾ ഷേപ്പ്, ഇത് പോളിമറൈസ് ആയി. ഈ സമയത്തേക്ക് അവിടെ ഓക്സിജനേഷൻ വരുവാണെങ്കിൽ ഇതെല്ലാം വന്ന് വീണ്ടും തിരിഞ്ഞ് വീണ്ടും അത് നോർമൽ RBC, നോർമൽ ഹീമോഗ്ലോബിൻ പോലെ വരും. പക്ഷേങ്കിൽ അത് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലായിരിക്കും RBCക്ക് വന്നിട്ട് ആ സിക്കിൾ ഷേപ്പ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് സിക്കിൾ ഷേപ്പ് RBC എന്ത് പറ്റും? സ്പ്ലീനിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയിഡ് ആകും. ദിസ് റിസൾട്ട് ഇൻ എർത്രോപോയ്സിസ് വീണ്ടും ഇൻക്രീസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ പത്തോളജി ഓഫ് സിക്കിൾ സെൽ ഡിസീസ് നോക്കുകയാണെങ്കിൽ. മെയിൻലി എന്തായിരിക്കും എവിടെയായിരിക്കും പ്രശ്നം വരുന്നത്? നമ്മുടെ ബീറ്റ ഹീമോഗ്ലോബിൻ ചെയിന്റെ 6th റെസിഡ്യൂല് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലൈൻ വരുന്ന കാരണമായിരിക്കും സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടാകുന്നത്. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ, ഈ ഹീമോഗ്ലോബിൻ S ഓക്സിജനായിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഡീഓക്സിജനേറ്റ് ആവുന്ന എപ്പം ഒരു ഹൈപ്പോക്സിയോ അല്ലെങ്കിൽ അനോക്സിയോ ഉണ്ടാകുന്ന കണ്ടീഷനിൽ ഡീഓക്സിജനേറ്റ് ആയിട്ടുള്ള സെൽസ് വരുമ്പോൾ എന്ത് പറ്റും? ഈ ഡീഓക്സിജനേറ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ S എല്ലാം വന്ന് പോളിമറൈസ് ചെയ്യും. ഒന്നിച്ച് പോളിമറൈസ് ചെയ്തിട്ട് അത് എന്താകുമെന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ പോലെ ഫോം ചെയ്തിട്ടായിരിക്കും നമ്മുടെ RBC ഒരു സിക്കിൾഡ് അപ്പിയറൻസ് ആക്കുന്നത്. ഓക്കെ, ഇനി സിക്ലിംഗ് ക്രൈസിസ് എന്നൊക്കെ പറയാൻ നമുക്ക് അറിയില്ല. എന്തായിരിക്കും സിക്ലിംഗ് ക്രൈസിസ് എന്ന് വെച്ചാൽ ചെറിയ ഇങ്ങനെയുള്ള സിക്കിൾ ആയിട്ടുള്ള RBC പോയി ചെറിയ ബ്ലഡ് വെസൽസിനെയൊക്കെ വന്നിട്ട് ഒക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതായിരിക്കും സിക്ലിംഗ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനി സ്പ്ലെനിക് സിക്വിസ്ട്രേഷൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ പാർഷ്യൽ സ്പ്ലീനോമെഗാലി വിത്ത് സ്പ്ലെനിക് സിക്വിസ്ട്രേഷൻ സിൻഡ്രോം, പാർഷ്യൽ സ്പ്ലീനോമെഗാലി വിത്ത് സഡൻ ഡിക്രീസ് ഇൻ ഹീമോഗ്ലോബിൻ ആൻഡ് ഹൈപ്പോടെൻഷൻ. അതിനായിരിക്കും നമ്മൾ സ്പ്ലെനിക് സിക്വിസ്ട്രേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. പാർഷ്യൽ പെയിൻഫുൾ സ്പ്ലീനോമെഗാലി. നമ്മുടെ എന്താ പറ്റുന്നത്? ഇപ്പൊ നമ്മുടെ സിക്കിൾ സെൽ ഉണ്ടാകുമ്പോഴത്തേക്ക് സ്പ്ലീനിൽ വന്നിട്ട് അധികമായിട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടാവും RBCയുടെ. അത് കാരണം പെയിൻഫുൾ ആയിട്ടൊരു സ്പ്ലീനോമെഗാലി ഉണ്ടാകുന്നു, ഹീമോഗ്ലോബിൻ കുറയുന്നു, സഡൻ ഡിക്രീസ് ഇൻ ദ ഹീമോഗ്ലോബിൻ ആൻഡ് ഹൈപ്പോടെൻഷൻ. അതിനായിരിക്കും നമ്മൾ സ്പ്ലെനിക് സിക്വിസ്ട്രേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിക്കിൾ സെല്ലിനകത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടോസ്പ്ലീനക്ടമി. ഓട്ടോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വന്തമായിട്ട് തന്നെ, സ്പ്ലീനക്ടമി എന്നായിരിക്കും റിമൂവൽ ഓഫ് ദ സ്പ്ലീൻ. സോ ഓട്ടോസ്പ്ലീനക്ടമി എന്ന് പറയുന്നത് നമ്മുടെ സിക്കിൾ സെൽ ഡിസീസിനകത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ
സ്പ്ലീനിന് വന്നിട്ട് ഇൻഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. സ്പ്ലീനിലോട്ടുള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽ ഒക്ലൂഡ് ആയി അവിടെ വന്നിട്ട് അതിന് ഇൻഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിൽ സ്പ്ലീനിൽ ഇൻഫ്രാക്ഷൻ വരുമ്പോൾ എന്ത് പറ്റും, ഇവഞ്ച്വലി വന്നിട്ട് സ്പ്ലീൻ വന്നൊരു ഫൈബ്രസ് സ്ട്രീക്ക് ആയിട്ട് മാറും. അതിനായിരിക്കും നമ്മൾ ഓട്ടോ സ്പ്ലീനെക്ടമി എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് സ്പ്ലീൻ ഇൻഫ്രാക്ഷൻ വരുമ്പോൾ എന്ത് പറ്റും, സ്പ്ലീൻ വന്നിട്ട് ഒരു ഫൈബ്രസ് സ്ട്രീക്ക് ആയിട്ട് മാറും. അതിനായിരിക്കും നമ്മൾ ഓട്ടോ സ്പ്ലീനെക്ടമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നതായിരിക്കും മെയിൻലി വന്നിട്ട് ബോൺ പെയിനും ആർത്രാൾജിയും ഒക്കെ കൂടുതലായിരിക്കും എവിടെ, സിക്കിൾ സെൽ അനീമിയയില്. സോ ഹീമോഗ്ലോബിനെ പറ്റി നമ്മൾ പറഞ്ഞു സിക്കിൾ സെൽ അനീമിയ. ഇവിടെ എന്തായിരിക്കും മെയിൻലി പ്രശ്നം ഉണ്ടാകുന്നത്, 6th ചെയിനിൽ ബീറ്റ ഹീമോഗ്ലോബിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ആര് വരുന്നു, വലൈൻ വരുന്നു. സോ ഹീമോഗ്ലോബിൻ എസ് വിൽ ഫോം. ഓക്സിനേറ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ എസിന് പ്രശ്നം ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ നോർമൽ ഹീമോഗ്ലോബിൻ. ഡീഓക്സിനേറ്റഡ് ഹീമോഗ്ലോബിൻ വിൽ പോളിമറൈസ് ടുഗദർ. ദെൻ അതൊരു ക്രിസ്റ്റൽ പോലെ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗീവ്സ് സിക്കിൾ, RBC വന്നിട്ട് സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറ്റും. അത് വന്നിട്ടായിരിക്കും നമുക്ക് ഡിസ്ട്രോയ് അധികം ആവുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് വെസലിനെ ഒക്ലൂഡ് ചെയ്യുകയും അങ്ങോട്ടേക്ക് ഒരു ഇൻഫ്രാക്ഷൻ പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ കാരണം ഈ സിക്കിൾ സെൽ RBC ആയിരിക്കും. ഇവിടെ വന്നിട്ട് ആർത്രാലജി, ജോയിന്റ് പെയിൻ ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത് ഈ സിക്കിൾ സെൽ അനീമിയയിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. ആമിന ഡോക്ടറെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം ആവുന്നുണ്ട്. ഒരു 2-3 മിനിറ്റിനകത്ത് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ പറയാം. ഹലോ. ആ സർ, ഓക്കെ സർ. 2-3 മിനിറ്റ് കൂടെ എടുത്തോളൂ. കാര്യം സൂം 8 മണിക്ക് വരെ ക്ലാസ് തുടങ്ങുന്നതാണ്. എങ്ങനെ ഒരു ടൈപ്പ് കൂടെ ഉള്ള ആക്ച്വലി തലാസീമിയുടെ മാത്രമേ നമുക്കുള്ളൂ അനീമിയയിലെ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു പോകാം. അതെ, അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിന്റെ എന്തെങ്കിലും അഡീഷണൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കാര്യം നമ്മൾ 8:50 അല്ല 7:50 സൂം വിട്ടു കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നതാ, അതുകൊണ്ടാ. ഓക്കെ, ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു. 2 മിനിറ്റ് കൂടെ. ഓക്കെ സർ. ഇല്ല, നമ്മള് ഓൾറെഡി സിക്കിൾ കഴിഞ്ഞായിരുന്നു സർ പറഞ്ഞിട്ട്. സോ നമ്മൾ ഇതുവരെയും അനീമിയ പറഞ്ഞു. അനീമിയയിലെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ സിംറ്റംസ് പറഞ്ഞു. അതിനകത്ത് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ മെയിൻലി കാരണം എന്തായിരിക്കും പറഞ്ഞു, ഒന്നെങ്കിൽ ബ്ലഡ് ലോസ് കാരണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഇൻഎഡിക്കേറ്റ് കാരണമായിരിക്കും എന്ന് പറഞ്ഞു. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഫോളേറ്റിന്റെ ഡെഫിഷ്യൻസി. അക്യൂട്ട് ആണെങ്കിൽ ഫോളേറ്റ് ഡെഫിഷ്യൻസി കാരണമായിരിക്കും. വൈൽ ക്രോണിക് ആണെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരിക്കും. വൈൽ B12 അബ്സോർപ്ഷൻ എന്ത് വേണം, നമുക്ക് ഇൻട്രൻസിക് ഫാക്ടർ വേണം. അതിന്റെ ഡെഫിഷ്യൻസി കാരണമാണെങ്കിൽ അതിനെ പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. ദെൻ നമ്മൾ മെമ്പറൈൻ ഡിഫക്റ്റിനകത്ത് 3 പറഞ്ഞു. ഹെറിഡിറ്ററി സ്പീറോസൈറ്റ്സ്, ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റ്സ് ആൻഡ് എക്കാൻഡോസൈറ്റ്സ് എന്ന് പറഞ്ഞു. ദെൻ എൻസൈമോപതിക്കകത്ത് G6PD ഡെഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞു. അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞാണ് ഹെയ്ൻസ് ബോഡീസ് ഉണ്ടായിരിക്കും. ദെൻ ഹീമോഗ്ലോബിനോപതിസിനകത്ത് നമുക്ക് സിക്കിൾ സെൽ ഡിസീസും തലാസീമിയയും സെഡ്രോബ്ലാസ്റ്റിക് അനീമിയ ആയിരിക്കും ഇനി വരാനുള്ളത്. നമ്മൾ അതിനകത്ത് സിക്കിൾ സെൽ ഡിസീസ് പറഞ്ഞു. 6th ബീറ്റ ചെയിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വലൈൻ വരുന്നതായിരിക്കും സിക്കിൾ സെൽ ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത്. ദെൻ തലാസീമിയ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം.